നമ്മൾ കർത്താവിനോട് പറയണത് ഉള്ള കാര്യം ഉള്ളതുപോലെ പറയാൻ കഴിയണം. അതായത് പോളിഷായിട്ട് പ്രാർത്ഥിക്കുന്നത് നടത്താം. ഉള്ള കാര്യം നമ്മുടെ മനസ്സിൽ എന്താണ് കർത്താവിനോട് പറയാനുള്ളത്, അത് സ്വകാര്യ ഭാഷയുണ്ട്, പുസ്തക അച്ചടി ഭാഷയുണ്ട്. പ്രാർത്ഥനയ്ക്ക് എപ്പോഴും നല്ലത് സ്വകാര്യ ഭാഷയായിരിക്കും. എന്താ കാര്യം എന്നറിയാവോ? സ്വകാര്യ ഭാഷയിലാണ് ഈ വിശ്വാസം, പ്രത്യാശ, സ്നേഹമൊക്കെ അതിൻ്റെ റോയായിട്ട് വരുന്നത്. സംസ്കരിക്കാത്ത ഭാഷ. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമ്മൾ വരുമ്പോൾ പരമാവധി റോ ആയിട്ടുള്ള ഭാഷ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. അത് നമ്മുടെ ഇൻറ്റിമസിയുടെ ഭാഗമാണ്. നമുക്ക് കർത്താവുമായിട്ടുള്ള ഒരു ആത്മബന്ധമില്ലേ, ഒഫീഷ്യൽ ലാംഗ്വേജ് അല്ലത്. നിങ്ങളുമായിട്ട് ദൈവവുമായിട്ട് സാങ്കേതിക ബന്ധമാണുള്ളതെങ്കിൽ സ്വാഭാവികമായി ഒഫീഷ്യൽ ലാംഗ്വേജ് വരും. ഹൃദയത്തിൻ്റെ തികവിൽ നിന്നാണ് അദ്ദേഹം സംസാരിക്കണമെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. ഹൃദയത്തിൻ്റെ തികവ് കർത്താവിനോടുള്ള വല്ലാത്ത സ്നേഹവും ശരണവും വിശ്വാസവുമാണെങ്കിൽ. കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യമുണ്ടായി. എനിക്ക് എൻ്റെ ലാംഗ്വേജ് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോഴാ കുഞ്ഞിനെന്തോ ഗുരുതരമായ രോഗമാണ്, കുട്ടി മരിച്ചു പോകുമെന്ന് തോന്നി. അപ്പോഴേ അവർ ഈ കുഞ്ഞിനെയും കൊണ്ട് മാതാവിൻ്റെ മുമ്പിൽ ഈ ആരാധന കൂടുമ്പോൾ ഈശോനോട് പറയണത്, അമ്മയുടെ മധ്യസ്ഥ ഈശോനോട് പറയണത്, ഈശോ ഞാൻ ഈ കുഞ്ഞിനെ കണ്ടുപോയതാ, എനിക്കിതിനെ തിരിച്ചു തന്നെ പറ്റത്തുള്ളൂ. അതവരുടെ സ്വകാര്യമായ ഒരു ആഗ്രഹമാണത്. ഭാഷ വളരെ നല്ല ഭാഷയാണ്. എന്താ, ഞാൻ കാര്യം കുഞ്ഞ് മരിക്കുന്നതിനെക്കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ, അവരാ കുഞ്ഞിൻ്റെ അമ്മയുടെ അമ്മയാണ് ശരിക്കും. അമ്മയല്ല, അമ്മയുടെ അമ്മയാ. പക്ഷേ അമ്മയുടെ അമ്മയാണെങ്കിലും ആ കുഞ്ഞിനെ അവർ സുഖപ്പെടുത്തി എടുക്കുന്ന രീതിയുണ്ട്. കാരണം മലദ്വാരമില്ലാത്ത കൊച്ചാണ്, മൂത്രവും മലവും ഒരേ ദൂരത്തിൽ കൂടി പോവുകയാണ്. അപ്പോൾ അവിടെ വ്രണവും, അങ്ങനെ പോകുന്ന സ്ഥലത്ത് വ്രണവും ചലവും പഴുപ്പും ഒക്കെയാണ്. കൊച്ച് ഭക്ഷണം എടുക്കണില്ല, വയറ് വീർത്തിരിക്കണം, ഇപ്പം മരിക്കണ, ശ്വാസം വിടില്ല. ഈ കുഞ്ഞിനെയാണ് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ കാണിക്കേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയണത്. ഈ കുഞ്ഞിനെ ഞാൻ കണ്ടുപോയതാണ്, എൻ്റെ കണ്ണ് കണ്ടുപോയതാണ്, എനിക്കിതിന് തരാതിരിക്കരുത്. ഒരു ആഗ്രഹവും ഒരു അപേക്ഷയും ഒരു കെഞ്ചി പറയണ ഒരു ആത്മബന്ധത്തിൻ്റെ രീതിയാണ്. ഇതിൻ്റെ അകത്ത് വരുന്ന വിഷയം, എന്തുകൊണ്ട് ഈ പ്രെയർ റിസീവ് ചെയ്യണമെന്ന് ചോദിച്ചാൽ അവരെന്നാ ചെയ്തതെന്നറിയാമോ? അവരെന്നിട്ട് ഉടമ്പടി തൈലം, ഈ ഡോക്ടർ റിജക്റ്റ് ചെയ്ത കുട്ടിയാണിത്, എന്നിട്ട് ഉടമ്പടി തൈലം ഈ ഇല്ലാത്ത മലദൂരത്തിൽ ഉള്ള ദൂരത്തിൽ ഉടമ്പടി തൈലം തേച്ച് വെക്കും. എന്നിട്ട് കുഞ്ഞിനെ മുട്ടയെ കിടത്തി അവർ ഉറങ്ങിപ്പോകും. രാത്രി 2 മണിക്കാണ് അവർക്ക് കൊച്ചു എപ്പോഴും നിലവിളിയായിരിക്കും. ഏത് സമയത്തും കുട്ടി നിലവിളിയായിരിക്കും. ഏത് സമയത്തും കുട്ടി നിലവിളിയായിരിക്കണം. അവർക്ക് ഉറങ്ങാൻ പറ്റത്തില്ല കൊച്ചിനെ കൊണ്ട്. പക്ഷേ ഉറങ്ങിയപ്പോഴേ കൊച്ചു മുട്ടയെ കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ അവർ ഉറങ്ങിയപ്പോൾ രാത്രി 2 മണിയായി. എഴുന്നേറ്റപ്പോൾ 10 മണിയുമായി. അപ്പോൾ കൊച്ചു മുട്ട ഇരിക്കുന്നുണ്ട്. അപ്പോഴവർ പെട്ടെന്ന് ചാടിപ്പടഞ്ഞ് എഴുന്നേറ്റും അവരെന്താ ചെയ്യുന്നറിയാവോ? ആദ്യം പ്രത്യക്ഷീകരണ പ്രാർത്ഥന 5:30 ചെല്ലേണ്ടതല്ലേ, ഇപ്പം മണി 10 അപ്പോൾ അവർക്ക് ഭയങ്കര സങ്കടമാണ്. അതിനെ കൊച്ചിനെ മാറ്റി വെച്ച് അവരുടനെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എടുത്ത് ചെല്ലും. പ്രത്യക്ഷീകരണ പ്രാർത്ഥന എലിയച്ചും ആണ്. അപ്പോഴും അവർക്ക് തോന്നുന്നത് രാത്രി 2 മണി ഉടമ്പടിത്തേലും തേച്ചിരുന്നല്ലോ. അപ്പോൾ ആ പരുവിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കിയപ്പോൾ പരുവ് അവിടെ കാണാനില്ല. അത്രയും പൂർണ്ണമായി സുഖപ്പെടുകയാണ്. ഇപ്പം എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഒരു ഇൻറ്റിമസിയുടെ ഒരു ഭാഷയുണ്ട്. പിന്നെ അവർ ചെയ്യുന്ന ആ വ്യഗ്രതയുണ്ട്. 10 മണിക്ക് ചാടിപ്പിടിച്ച് എഴുന്നേറ്റിട്ട് ആദ്യം ചെയ്യണത് എന്താ? പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ 5:30 വിട്ടുപോയില്ലേ, അവർ ഉറങ്ങിപ്പോയില്ലേ. അപ്പം അതാദ്യം ചെയ്യണത് അതാണ്. അതൊരു ലെവലാണത്.
ഈ ഉടമ്പടി അർത്ഥവത്താക്കുന്ന ഒരു മാനസിക വൈകാരിക ലെവലാണ്. ഈ മാനസിക വൈകാരിക ലെവല് എന്തുകൊണ്ടാണ് ദൈവതിരുസന്നിധിയിൽ പെട്ടെന്ന് കത്തണത്, പെട്രോളിന് തീ പിടിക്കണ പോലെ തീ പിടിക്കാൻ കാരണം, ദൈവത്തിലേക്ക് റിസീവ് ചെയ്യണ വിഷയങ്ങൾ നിങ്ങളുടെ വിഷയമല്ല. അതെപ്പോഴും ഓർത്തേക്കണം, നമ്മുടെ വിഷയമല്ല. ഈ വിഷയത്തെ നമ്മൾക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിയണ ഒരു കഴിവുണ്ട്. വിഷയത്തെ 3 കാര്യമായിട്ടാണ് നമ്മൾ കൺവേർട്ട് ചെയ്യണത്. ഇപ്പം നമ്മൾ ടി വിയിലൊക്കെ പടം കാണുന്നില്ലേ? പ്രക്ഷേപണം ചെയ്യണത് പടമായിട്ടാണെങ്കിലും എയറിലേക്ക് അത് പ്രകാശമായിട്ട് മാറുകയില്ല, ഇലക്ട്രോണിക്സ് തരംഗങ്ങളും പ്രകാശമായിട്ട് മാറുകയില്ല. പിന്നീട് ടി വി അല്ലേ പിടിച്ചെടുത്തിട്ട് പിന്നെ അതിനെ പടമാക്കി നമുക്ക് തരണത്. ഇപ്പം ഈ കൺവേർഷൻ ഒരു വിഷയമാണ്. അതാണ് ഈ പ്രാർത്ഥനയ്ക്ക് വരുന്നത്. കാര്യം ദൈവം റിസീവ് ചെയ്യണത് നിങ്ങളുടെ കപ്പ കഞ്ഞി IELTS ആയിട്ട് റിസീവ് ചെയ്യത്തില്ല. പിന്നെ എന്തായിട്ടാണ് റിസീവ് ചെയ്യണത്? ദൈവത്തിന് അക്സെപ്റ്റബിളായിട്ടുള്ള ഒരു ഫോർമാറ്റിലേക്ക് ചേഞ്ച് ചെയ്താണ് നമ്മൾ കൊടുക്കുന്നത്. അതെന്താ? ഇത് ദൈവിക പുണ്യങ്ങളാണ്. അത് ദൈവിക പുണ്യം. അതായത് ഒരു വിഷയത്തെ എത്ര കംപ്ലീറ്റ് ആയിട്ട് നിനക്ക് വിശ്വാസത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം. ഒരു വിഷയത്തെ എത്ര ശതമാനം നിനക്ക് വിശ്വാസത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു വിഷയം കല്യാണം ഒത്തുവരാത്ത, ഇപ്പോൾ ഇന്ന് ഒരു വിഷയം കണ്ടില്ലേ, 31 കൊല്ലം IELTS എഴുതി പരാജയപ്പെട്ടിട്ട് ഉടമ്പടി എടുത്തിട്ട് 32ാം തവണ പാസ്സാകുന്നത്. അത് റെയർ കേസാണ് ശരിക്കും. പക്ഷേ അതിന് കൺവേർഷൻ ഭയങ്കര പവർഫുള്ളാണ്. ദാറ്റ് മീൻസ് 31 തവണ എഴുതി തോറ്റെന്ന് പറയുമ്പോൾ ആ വിഷയത്തിൽ നമ്മുടെ കലിബറിന് അവിടെ പ്രത്യേകിച്ച് റോളില്ല. നമ്മുടെ കഴിവിനെ റോളില്ല. ഒന്നെങ്കിൽ മെമ്മറി പോയി കാണും, അല്ലെങ്കിൽ ഗ്രാസ്പിംഗ് പവർ ഡാമേജ് ആണ്, അല്ലെങ്കിൽ ബ്രെയിൻ ഇതിന് സ്റ്റോറേജ് ഇല്ല. ഇത് എന്താ കപ്പാസിറ്റി, നമുക്കിത് സ്പെല്ല് ചെയ്ത് പുറത്തേക്ക് വരുമ്പോൾ പ്രൊനൗൺസിയേഷന് കുഴപ്പം, ഫൊണറ്റിക്സിന് കുഴപ്പം, ടെക്നിക്കലായിട്ട് കുറേ ഫിലോളജി പ്രോബ്ലംസ് വരുമ്പോഴാണ് കമ്പ്യൂട്ടർ ഈ സാധനം മാർക്ക് ചെയ്യുമ്പോൾ മാർക്ക് കുറഞ്ഞു പോകുന്നത്. അപ്പോൾ വ്യക്തി ഫെയിലാണ് ശരിക്കും. വ്യക്തി അവരുടെ കലിബറിൽ അത് ഫെയിലാണ്. പക്ഷേ ഈ തോറ്റ അവസ്ഥയെ ജയിച്ച അവസ്ഥയിലേക്ക് മാറ്റുന്നത് എങ്ങനെയാണ്? നമ്മുടെ കഴിവ് കേടുകളെ വിശ്വാസമായിട്ടും പ്രത്യാശയായിട്ടും ശരണമായിട്ടും കൺവേർട്ട് ചെയ്യണം. കൺവേർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വേറെ ഒന്നും ഇതിൽ കയറി പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പം നമ്മളൊരു വിഷയം വിശ്വാസത്തിലേക്കോ പ്രത്യാശയിലേക്കോ ദൈവസ്നേഹത്തിലേക്കോ കൺവേർട്ട് ചെയ്യുമ്പോൾ വേറെ ഒരു അരൂപിയും ഇതിൽ കയറി പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഉറപ്പ് വരുത്തണം. വേറെ അരൂപി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? എപ്പോഴും ഇതൊരു സ്കാനിങ്ങിന് വിധേയമാക്കിയിട്ടാണ് ഈശോ പ്രാർത്ഥനകളെ സ്വീകരിക്കുന്നത്. നമ്മളതിൻ്റെ ടെക്നിക്ക് അറിയണം. എന്ത് പ്രാർത്ഥന പ്രാർത്ഥിച്ചാലും അതൊരു സ്കാനിങ്ങിലൂടെ മാത്രമേ ഈശോ അത് സ്വീകരിക്കത്തുള്ളൂ. എന്താ സ്കാനിങ്? ഇപ്പം നമ്മൾ ചെയ്യുന്ന കാര്യം, ദൈവത്തിന് പറയുന്ന കാര്യം ദൈവത്തിൻ്റെ സ്പിരിറ്റിന് അക്സെപ്റ്റബിളാകണം. ദൈവത്തിൽ നമ്മളെപ്പോലെ 3 സ്പിരിറ്റ് വർക്ക് ചെയ്യത്തില്ല, ഒറ്റ സ്പിരിറ്റേ വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോഴും നമ്മൾ അതിന് ടെക്നിക്കൽ പ്രശ്നം മനസ്സിലാക്കണം. ദൈവത്തിൽ ഒറ്റ സ്പിരിറ്റേ വർക്ക് ചെയ്യത്തുള്ളൂ. എന്താണ്? പരിശുദ്ധ അരൂപി. നമ്മളിൽ 3 സ്പിരിറ്റ് വർക്കൗട്ട് ചെയ്യും. ദുഷ്ടാരൂപിയും ലോകാരൂപിയും വർക്കൗട്ട് ചെയ്യും. അപ്പോൾ സ്കാനിങ് വിധേയമാക്കുമ്പോൾ ഇതിൻ്റെ ലോകാരൂപി ഉണ്ടെങ്കിൽ സംഭവം റിജക്റ്റ് ഉണ്ടാവും. അതുകൊണ്ടാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം താമസിക്കുന്നത്. ഇപ്പം സെബദീപുത്രന്മാരുടെ അമ്മ സലോമി വന്നിട്ട് കർത്താവിനോട് പറയും, നീ രാജ്യം സ്ഥാപിക്കുമ്പോൾ എൻ്റെ മകൻ ഒരാൾ ഇടതുവശത്തും ഒരാൾ വലതുവശത്തും ഉപവിഷ്ടനാകാൻ നീ കൽപ്പിക്കണം. അപ്പോൾ ഈശോ അത് സ്കാൻ ചെയ്തിട്ട് പറയും, ഇതിൽ വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു? ലുക്കാ 9:55 എന്ത് അരൂപിയാണ് നിനക്കുള്ളതെന്ന് നിനക്ക് തന്നെ അറിയാത്തത് കൊണ്ടാണ് നിൻ്റെ പ്രാർത്ഥന ഒരു ദുരന്തമാകണതെന്ന്. അതാണ് പ്രശ്നം. എന്ത് അരൂപിയാണ് നിനക്കുള്ളതെന്ന്
നിനക്ക് തന്നെ അറിയാത്തതാണ്. അതാണ് ലൂക്ക 9:55. അപ്പോൾ പ്രാർത്ഥന റിജക്റ്റ് ചെയ്യണതല്ല ശരിക്കും പറഞ്ഞാൽ. നമ്മൾ ഈശോയിലേക്ക് കൊടുക്കുമ്പോൾ, കൺവേർഷൻ ചെയ്യുമ്പോൾ നമ്മൾ ആ പ്രാർത്ഥനയിൽ വേറെ അരൂപികളൊന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്തണം. പറഞ്ഞ മനസ്സിലായില്ലേ? നമ്മൾ കൊടുക്കുമ്പോൾ ഈശോയ്ക്ക് പറ്റിയ അരൂപിയിൽ, ഇപ്പം ഞങ്ങൾ അച്ഛൻ ഇടയ്ക്ക് പറയാറുള്ള കാര്യമില്ലേ, ഇപ്പം നിങ്ങൾക്ക് 5 സെൻറ്റ് സ്ഥലം വേണം, അല്ലെങ്കിൽ നിങ്ങളുടെ കല്യാണം താമസിക്കുന്നു. നിങ്ങളുടെ കല്യാണം താമസിക്കുന്നതിന് ചിലപ്പോൾ നിങ്ങൾ തന്നെ ഒരു കാരണമാകും. എന്താ കാരണം? ചിലർ മൂത്ത മകനെ കെട്ടത്തില്ല, ചിലർ ഇളയ മകനെ കെട്ടത്തുള്ളൂ. അപ്പോൾ തന്നെ അരൂപി ചേഞ്ച് ചെയ്തില്ലേ? എന്താണ് ഈ മൂത്ത മകനെ കെട്ടാത്തതെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും, ഞാൻ അമ്മായിയമ്മനെയും അപ്പായപ്പനെയും ചുമക്കേണ്ടി വരുമെന്ന് പറയും. മൂത്ത മകനെ കെട്ടിയാൽ ഞാൻ അമ്മായിയമ്മനെ ഇളയ മകനെ എന്താണ് ഇളയമനെ കെട്ടാത്ത ചോദിക്കുമ്പോൾ പറയും, ഞാൻ ഇളയമനെ കെട്ടിയാൽ ഞാൻ അമ്മായിയമ്മനെയും ചുമക്കേണ്ടി വരും, അതുകൊണ്ട് ഞാൻ ഇളയ മകളെ മകനെ കെട്ടത്തില്ലെന്ന് പറയും. അപ്പോൾ അവൾ മൂത്ത മകനെ കെട്ടാനിരിക്കുകയാണ്. എന്തിനാണ് മൂത്ത മകനെ കെട്ടണത്? കെട്ടി ഒരു കൊല്ലം കഴിയുമ്പോൾ തന്നെ ഒന്ന് പെറ്റിട്ട് മാറി താമസിക്കാമല്ല. നമ്മുടെ പൊന്നൊക്കെ പോണമുമ്പോൾ തന്നെ മാറി താമസിക്കുക. അപ്പോൾ ആരെയും ചുമക്കേണ്ടി വരത്തില്ലല്ലോ. അപ്പോൾ ഈശ്വരനെ കൊണ്ട് തിരിച്ച് സ്കാനിങ്ങിന് വിധേയമാക്കുമ്പോൾ എന്ത് അരൂപിയാണ് നിനക്കുള്ളതെന്ന് ചോദിക്കേണ്ടി വരരുത്. പറഞ്ഞ മനസ്സിലായി? ഇത് ഈസ് ഒരു സീരിയസ് തിങ്. എന്ത് അരൂപിയാണ് നിനക്കുള്ളതെന്ന് കർത്താവിനെ കൊണ്ട് ചോദിക്കേണ്ടി വരരുത്. ഇപ്പം നീ 5 സെൻറ്റ് സ്ഥലം നീ ഉടമ്പടി വെച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചു. 5 സെൻറ്റ് സ്ഥലം തരാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. 5, 50 എത്ര വേണമെങ്കിലും നിനക്ക് വെക്കാം. ആവശ്യമെങ്കിൽ കർത്താവ് തരും, അതിനൊക്കെ പ്രശ്നമില്ല. അരൂപി എന്ത് ചോദിക്കുന്നു എന്നതിനേക്കാൾ ഉപരി കർത്താവ് നോക്കണത് എന്താണ്? എന്തിനു വേണ്ടി ചോദിക്കുന്നു. ഇപ്പം 5 സെൻറ്റ് സ്ഥലം നീ എഴുതി വെച്ചു. അപ്പോൾ നിൻ്റെ മനസ്സിലിരിക്കണത് എന്താ? 5 സെൻറ്റ് സ്ഥലം കിട്ടിയാൽ ഇവിടുന്ന് ചാടിപ്പോകാമല്ലോ, പിന്നെ ആരുടെയും ബാധ്യത നമുക്ക് ഉത്തരവാദിത്തമായിട്ട് ചുവന്നുകൊണ്ട് നടക്കേണ്ട കാര്യമില്ലല്ലോ എന്നാണ് നീ വിചാരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇത് റിജക്റ്റ് ചെയ്യും. കാര്യം വേറെ അരൂപിയാം. പരസ്നേഹമില്ലാത്ത കൊണ്ട് ഈ സംഭവം റിസപ്റ്റ് ചെയ്യത്തില്ല. നീ എന്നാ പറയേണ്ടത്? കർത്താവ് 5 സെൻറ്റ് സ്ഥലം കിട്ടിയ ഇപ്പം ഇവിടെ അനുജനൊക്കെ ജോലി ഈ നാട്ടിലില്ല, അവരെവിടെയാണെന്ന് അറിയത്തില്ല, വേറെ സ്ഥലത്തേക്ക് അവർ കൊണ്ടുപോകണം, പോയി ജോലി ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അപ്പനും അമ്മയും അങ്ങോട്ട് പോകത്തില്ല. എനിക്ക് സ്വസ്ഥവും സമാധാനമായിട്ടൊരു ഓഹരി തന്ന എൻ്റെ അപ്പനെയും അമ്മായിയപ്പനെയൊക്കെ ഞാൻ എന്നെക്കൊണ്ട് കഴിയാവുന്ന പോലെ നോക്കിക്കൊള്ളാം എന്നെങ്ങാനും ഈശ്വരനോട് പറഞ്ഞാൽ അരൂപി ചേഞ്ച് പരസ്നേഹത്തിലേക്ക് വരും. മറ്റത് ലോകാരൂപിയിലേക്ക് വരും, ചില സമയത്ത് ദുഷ്ടാരൂപിയിലേക്കും ചേഞ്ച് ചെയ്ത് വരും. അപ്പോൾ പ്രാർത്ഥിക്കുന്ന വിഷയം ഒരു സീരിയസ് വിഷയമാണ്. അപ്പം നീ കാനഡയിലേക്ക് പോകാൻ വേണ്ടി അപേക്ഷ വെച്ചു. എന്നാത്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തിനാണ് നീ കാനഡയിൽ പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നിനക്ക് പറയാൻ പറ്റണം, അത് എൻ്റെ കുടുംബത്തിലെ കടങ്ങൾ പരിഹരിക്കണം. കാര്യം അപ്പനും അമ്മയും നിന്നെ പഠിപ്പിച്ചപ്പോൾ അവരൊരു പരുവായി കാണും. അല്ല, എൻ്റെ ആൻറ്റിയുടെ മകൾ കാനഡയിലാണ്, അവളുടെ കൂടെ പോകാനാണെന്ന് പറഞ്ഞേക്കരുത്. അതാണ് പ്രശ്നം. ആൻറ്റിയുടെ മകളും അങ്കിളിൻ്റെ മകളും ഒക്കെ കാനഡയിലും സ്വിറ്റ്സർലൻഡിലുമാണ്. അതുകൊണ്ട് നമ്മൾ നാട്ടിൽ ജോലി ഗവൺമെൻറ് PSC ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ അവിടെ ഒപ്പം നമുക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ടാവത്തില്ലെന്ന് വിചാരിച്ച വിഷയം മാറി. അതാണ് പ്രശ്നം. നമ്മൾ വെക്കുമ്പോൾ അരൂപി എന്താണെന്നുള്ളത് വളരെ കാര്യം കർത്താവിൻ്റെ രീതി അനുസരിച്ച് ഒരു ജെന്യുവിനായിട്ടുള്ള എല്ലാ ആഗ്രഹങ്ങളും തരാൻ പറ്റാത്ത കാര്യമാണെങ്കിലും ജെന്യുവിനാണ് ആഗ്രഹമെങ്കിൽ കർത്താവ് അത് മാനിക്കണ രീതിയാണ്. നമ്മൾക്ക് തരാനുള്ള യോഗ്യതയില്ല, പക്ഷേ നിൻ്റെ ആഗ്രഹം ജെന്യുവിനാണ് എങ്കിൽ കർത്താവ് നിൻ്റെ ആഗ്രഹത്തെ മാനിക്കും. ഇപ്പോൾ ആ കാനങ്കാരിയില്ലേ, കാനങ്കാരിയോട് ഈശോ എന്നാ പറയണത്? കാനങ്കാരി പറയും, എൻ്റെ മകൾക്ക് പിശാച് ബാധിച്ചിരിക്കുകയാണെന്ന് പറയും. എനിക്ക് വേറെ ഒരു മാർഗ്ഗം, എൻ്റെ കുടുംബം മുഴുക്കും വെണ്ണീറായി തീർന്ന് ഇനി മുന്നോട്ടൊരു ജീവിതമില്ല എന്ന് പറയുമ്പോൾ കർത്താവ് എന്നാ പറയും? മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുക വിഹിതമല്ലെന്ന് പറയും. പക്ഷേ അങ്ങനെ റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ
കാനംകാർ ഇത് റിജക്റ്റായിട്ടും അവൾ കർത്താവിൻ്റെ പിന്നാന്ന് മാറണില്ലല്ല. അതിനാണ് ഫസ്റ്റ് ഫേസ് മാറി. ആദ്യം അവൾക്ക് വിശ്വാസം എന്താണ്? കർത്താവ്, എൻ്റെ മകൾക്ക് പിശാച് ബാധ്യതയാണ്, അവളെ നീ സുഖപ്പെടുത്തണം. ഞാൻ വേറെ പലയിടത്തും അവലംബിച്ചിട്ട് അവൾ മുമ്പത്തേക്കാൾ മോശമായിരിക്കുന്നു. അപ്പം വിശ്വാസത്തോടെ ആ പ്രാർത്ഥന വെച്ച് കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, നീ അത് മെറിറ്റോറിയസ് അല്ല, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുക. കാരണം നീ ദൈവത്തെ അറിയാത്ത ആളാണ്. ദൈവത്തെ അറിയാത്തവർക്ക് അനുഗ്രഹം കിട്ടേണ്ട കാര്യമില്ല, അതുകൊണ്ട് റിജക്റ്റ് ചെയ്തിരിക്കണം എന്ന് പറയും. അപ്പോൾ ഇവളെന്നാ ചെയ്യും? ഇവൾ കർത്താവിൻ്റെ പിന്നാന്ന് മാറത്തില്ല. അതിനാണ് ശരണമെന്ന് പറയുന്നത്. വിശ്വാസമെന്ന പുണ്യം കൊണ്ട് ചില സംഭവങ്ങൾ നടക്കത്തില്ല, റിജക്ഷൻ വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പുണ്യം ചേഞ്ച് ചെയ്യും. ദൈവിക പുണ്യം നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് എന്ത് ചെയ്യും? കാനംകാരി കർത്താവിൻ്റെ പത്രോസ് പറയും, കർത്താവേ ഇവളെ പറഞ്ഞു വിട്, ഇവളെ കരഞ്ഞുകൊണ്ട് നമ്മുടെ പിന്നാലെ വരുന്നത് കാണുന്നില്ല, പിന്നാലെ കൂടുകയാണ്. അതിനാണ് ശരണമെന്ന് പറയണത്, ശരണമെന്ന പുണ്യം. അപ്പോഴേ ആണ് കർത്താവ് പറയണത് പത്രോസിനോട്, നായ്ക്കളുടെ മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുക വിഹിതമല്ല. അപ്പം വിശ്വാസത്തിലാണ് ആദ്യം പ്രാർത്ഥിക്കണത്. അപ്പോൾ കർത്താവ് ഒന്നും മിണ്ടിയില്ലെന്നാണ് ബൈബിൾ പറയണത്, മൗനമാണ്, പ്രാർത്ഥനയ്ക്ക് ഉത്തരമില്ല. അപ്പോൾ ഉടനെ അവർ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വെച്ചു. ആരുടെ? പത്രോസിനോട് പറഞ്ഞു, ഒന്ന് പറയേ എൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥ ഇതല്ലേ, അത് ചത്തുപോയാൽ പിന്നെ ഞാൻ ജീവിച്ചിട്ട് കാര്യമില്ല, ഒന്ന് പറയുമെന്ന് പറയുമ്പോൾ പത്രോസ് പറയും, സീ ജീസസ്. അവളിങ്ങനെ പിന്നാലെ കരഞ്ഞുകൊണ്ട് എന്നെ കാണുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ശരണമെന്ന പുണ്യം നീ കാണുന്നില്ലെന്ന, പിന്നാലെ കരഞ്ഞുകൊണ്ട് വരണമല്ല പ്രശ്നം. പത്രോസ് മധ്യസ്ഥ പ്രാർത്ഥനയായിട്ട് വെക്കണത് അവളുടെ ശരണമാണ്. അവൾ നേരിട്ട് വെച്ചത് എന്താണ്? അവളുടെ വിശ്വാസമെന്ന കാര്യം. കർത്താവ് കാണുന്ന എന്താണെന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയമാണ്. നമ്മൾ പറയുന്ന വിഷയങ്ങളല്ല, പിശാചും ജോലിയൊന്നുമല്ല കർത്താവ് കാണുന്നത്. കർത്താവ് കാണുന്നത് എന്താണെന്ന് പത്രോസിന് അറിയാം. പത്രോസ് ഉടനെ അവളുടെ ശരണമെന്ന പുണ്യം എടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ട് പറയും, സീ ജീസസ്. അവൾ പിന്നാലെ വരണത് കാണുന്നില്ലേ എന്ന് ചോദിക്കും. അവൾ ശരണപ്പെടുന്നത് കാണുന്നില്ലെന്ന് ചോദിക്കും. അപ്പോഴാണ് ശരണത്തിന് ബ്ലോക്ക് ചെയ്യും. ശരണത്തെ ബ്ലോക്ക് ചെയ്തിട്ട് പറയും, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുക വിഹിതമല്ല. ഉടനെ ഇവള് ശരണത്തിൻ്റെ ബ്ലോക്കും വരുമ്പോഴേ റിജക്ഷൻ വരത്തില്ലേ. ഈ മൂന്നാമത്തെ റിജക്ഷൻ ഫീൽഡിൽ വന്നപ്പോൾ ബൈബിള് നമ്മളെ പഠിപ്പിക്കണേ എങ്ങനെയാണ് ദൈവദരിസനെ വ്യാപരിക്കേണ്ടതെന്ന്. ബൈബിൾ വായിക്കണത് എന്തിനാണ്? ദൈവത്തെ അറിയാനാണ് നമ്മൾ പഠിക്കണം. അപ്പം മൂന്നാമത്തെ ഫീൽഡ് വരുമ്പോൾ കാനംകാർ പറയും, കർത്താവേ അത് ശരിയാ അങ്ങ് പറഞ്ഞത്, ഞാൻ പട്ടിയാണ്. അവിടെ എന്ത് സംഭവിക്കണത്? ഇവിടെ നേരെ ഈ ശരണമെന്ന പുണ്യം മുമ്പ് എളിമപ്പെടുന്നതിൻ്റെ ഒരു പ്രോസസ്സുണ്ട്. മനസ്സിലായില്ലേ? പ്രാർത്ഥനയുടെ മെയിൻ സംഭവമാണത്. ശരണമെന്ന പുണ്യം പരാജയപ്പെട്ട ജസ്റ്റ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? കർത്താവേ അത് ശരിയാണ്, ഞാൻ പട്ടിയാണ്. എങ്കിലും നായ്ക്കൾ പോലും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ തിന്നാറില്ലേ? അതെന്നുള്ളത് എളിമയാണ് ശരിക്കും. എന്തെങ്കിലും പ്രാർത്ഥനയ്ക്ക് ഉത്തരം താമസിച്ച് ഈ വിശ്വാസത്തിൻ്റെ ഫീൽഡും ഔട്ടായി ശരണത്തിൻ്റെ ഫീൽഡും ഔട്ടായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മുമ്പിലുള്ളത് എളിമയാണ്. ഈ എളിമയുടെ ഭാഗമായിട്ടാണ് തപസ് വരണത്. മനസ്സിലായില്ല? തപസ് നമ്മൾ ചെയ്യണത് ചാരം പൂശി തപസ്സിരിക്കണത് എന്തിനാ? തപസ് ചെയ്യണ എളിമയെ നമ്മളെ എളിമപ്പെടുത്താൻ വേണ്ടിയാണ്. ബൈബിളിൽ തപസ് വരണ എപ്പോഴും എന്തിനു വേണ്ടിയാണ്? നമ്മൾ ഉപവസിക്കുമ്പോൾ ഉടമ്പടിയിൽ ഉപവാസമില്ലേ? അപ്പോൾ ഉപവസിക്കുമ്പോൾ എൻ്റെ മക്കളും മനസ്സിലാക്കണം, ഉപവാസത്തിൻ്റെ കൊമ്പും വെച്ചുകൊണ്ട് നടക്കരുത്. ഉപവസിക്കുന്നതിൻ്റെ ഉദ്ദേശം നിങ്ങളെ പട്ടിണി കിടത്തുകയെന്നല്ല, നമ്മളെ എളിമപ്പെടുത്തുകയെന്നാണ് ഉദ്ദേശിക്കുന്നത്. കാരണം എന്താണ്? വിശ്വാസവും ശരണവും ബ്ലോക്ക് ചെയ്യുന്ന സ്ഥലത്ത് പിന്നെ അടുത്ത നടപടി എളിമപ്പെടലേ ഉള്ളൂ. എളിമപ്പെടുത്താൻ വേണ്ടി ഒരു ഭാഗമായിട്ടാണ് ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, അത് വിട്ടുവീഴ്ച, ഇതെല്ലാം എളിമപ്പെടലിൻ്റെ ഭാഗമാണ് ശരിക്കും. ഇപ്പം നമ്മൾ ക്ഷമിക്കണം എന്ന് പറഞ്ഞില്ലേ?
ഇപ്പം നമ്മൾ വിശ്വാസവും ശരണവും പരാജയപ്പെട്ട അപ്പം തന്നെ വിശ്വാസി എന്തു ചെയ്യണം? ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടോ എന്ന് ആത്മശോധന ചെയ്യണം. കാര്യം നമ്മൾ ക്ഷമ അങ്ങോട്ട് കൊടുക്കേണ്ട അവസ്ഥ, മാപ്പ് ചോദിക്കേണ്ട അവസ്ഥ വരുമ്പോൾ ചില ആൾക്കാർ കൊന്നാലും ചോദിക്കത്തില്ല. അപ്പോഴും മനസ്സിലാക്കണം, ഈഗോ അതിൻ്റെ എല്ലാ പവറോടും കൂടി നമ്മളിൽ നിലനിൽക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ മാപ്പ് ചോദിക്കാത്തത്. കർത്താവ് പറഞ്ഞിരിക്കണത്, നിന്നോട് തെറ്റ് ചെയ്താൽ പോലും നീ അങ്ങോട്ട് ചെന്നിട്ട് മാപ്പാക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം ഉദ്ദേശിക്കുന്നത്? എളിമപ്പെടണമെന്നാണ് എൻ്റെ ഉദ്ദേശം. കാര്യം വെച്ച് കഴിഞ്ഞാൽ സാധാരണ അനുഗ്രഹം കൊണ്ട് ചില കാര്യങ്ങൾ നടക്കും, ചിലത് നടക്കത്തില്ല. നടക്കാതിരിക്കുന്നതിൻ്റെ കാരണം ഒരു ഭൗതികമായ ആനുകൂല്യം, ഫിസിക്കൽ ഫേവേഴ്സ്, ഫിസിക്കൽ ബ്ലെസ്സിങ്സ് എന്ന് പറയുന്ന ഫിസിക്കൽ ഫേവേഴ്സ് നമുക്ക് ലഭിക്കുമ്പോൾ നീ ദൈവ പൈതലാണെങ്കിൽ ആ ഭൗതിക ആനുകൂല്യത്തിലൂടെ ആത്മാവിൻ്റെ പുണ്യം കൂടി കർത്താവ് ഉദ്ദേശിക്കുന്നുണ്ടാവും. മനസ്സിലായില്ല? ആത്മാവിൻ്റെ പുണ്യം എന്ന് പറയുന്നത് നിനക്ക് IELTS പാസ്സായത് കൊണ്ട്, കാനഡയിൽ പോയത് കൊണ്ട് കിട്ടത്തില്ല. അത് ദൈവിക പുണ്യങ്ങൾ കൊണ്ടാണ് ആത്മാവിൻ്റെ പുണ്യങ്ങൾ കിട്ടുന്നത്. അപ്പം അത് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യും? ദൈവം നമ്മളെ എളിമപ്പെടുത്തും. അതുകൊണ്ടാണ് ദൈവം എളിമയുള്ളവർക്ക് കൃപ നൽകുന്നുവെന്ന് ഇപ്പം നമ്മൾ യാക്കോബ് 4:6, 1 Petrus 5:6 എന്താ പറയുക? 1 Petrus 5:5, 1 Petrus 5:6 എന്താ പറയുക? ദൈവം വിനയമുള്ളവർക്ക് കൃപ നൽകുന്നു, എളിമയുള്ളവർക്ക് കൃപ നൽകുന്നു. ആ കൃപ കിട്ടിക്കഴിഞ്ഞാൽ എന്താ പ്രശ്നം? കൃപയ്ക്ക് 2 ഗുണങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ഭൗതിക കൃപയെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ ശക്തിയാണ്. അത് നമ്മുടെ ഭൗതികമായ കാര്യങ്ങൾ നടക്കും. ആത്മാവിനത് പുണ്യമായി മാറിയിട്ട് ആത്മാവ് വിശുദ്ധന്മാരെ പോലെ പുണ്യപ്പെടുകയും ചെയ്യും. അതുകൊണ്ടാണ് ചില ദൈവത്തിൽ നിന്ന് മാറാതെ നടക്കുന്ന ആൾക്കാരുടെ പ്രാർത്ഥന കേൾക്കാൻ താമസിക്കുന്നതിൻ്റെ കാരണം അതാണ്. അപ്പം നിങ്ങൾക്ക് തന്നെ വണ്ടടിക്കും, എടാ നമ്മളും ദൈവത്തിൽ നിന്ന് മാറാതെ നടക്കണം, പക്ഷെ നമ്മുടെ കാര്യങ്ങളൊക്കെ താമസിച്ചാണ് നടക്കുന്നത്. ഇതെന്ത് പരിപാടി? അപ്പോൾ പ്രാർത്ഥന കൊണ്ട് എന്താ പ്രയോജനമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സാധാരണ ബ്ലെസ്സിങ്സ് അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, കൃപയാണ്, ഗ്രേസാണ്. ഗ്രേസിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ഭൗതിക ആനുകൂല്യമുണ്ട്, കാരണം ഗ്രേസിൻ്റെ പവറിൻ്റെ ഇഫക്റ്റാണത്. മറിച്ച് ആത്മാവിൻ്റെ പ്രസാദപരമുണ്ട്. അത് നിത്യതയിൽ നിനക്ക് കർത്താവിനെ അനുഭവിക്കാൻ സഹായകമാണ്. ഈ നിത്യതയിൽ കർത്താവിനെ അനുഭവിക്കാൻ സഹായകമായ പ്രസാദപരം നേടാൻ നമുക്ക് വേറെ മാർഗമില്ല. ഈ ഭൗതിക സമ്മർദ്ദം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ദൈവത്തിൽ ഇപ്പം നിൻ്റെ ജോലി താമസിച്ചു, നിൻ്റെ വിവാഹം താമസിച്ചു, നിൻ്റെ കുഞ്ഞുങ്ങളുണ്ടാകാൻ താമസിച്ചു എന്നൊക്കെ പറയുമ്പോൾ ദൈവം അത് കൃപയിലൂടെ നീ നേടാൻ വേണ്ടി സാവകാശം തരണതാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം താമസിക്കാൻ കാരണം. കൈ അടിച്ചു കർത്താവിനെ ചൊല്ലുക. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. പിന്നെ പ്രാർത്ഥനയിൽ ചലിക്കാതിരിക്കാൻ ഒരിക്കലും നമ്മൾ, കാര്യം പ്രാർത്ഥനയിൽ ഒരിക്കലും ഒരു മുമ്പോട്ടല്ലാതെ ഒരു സ്ഥാനമില്ല. നീ സ്റ്റക്കായി നിൽക്കണം വിചാരിച്ചോ? അങ്ങനെ ഒരു സ്ഥാനമില്ല. അത് നെഗറ്റീവായിട്ടാണ് കൗണ്ട് ചെയ്യത്തുള്ളൂ. നിനക്ക് മുന്നോട്ട് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. നിൽക്കുക എന്നുള്ള ഒരു നമുക്ക് 3 പൊസിഷനുണ്ട്. മുമ്പോട്ട് പോകാം, നിൽക്കാം, പുറകോട്ട് പോകാം. പക്ഷേ ആധ്യാത്മിക ജീവിതത്തിൽ ഒറ്റ പ്രവേഗമേ ഉള്ളൂ, മുമ്പോട്ട് മാത്രമേ ഉള്ളൂ. നിൽക്കുക എന്ന് വെച്ചാൽ അത് നെഗറ്റീവാണ്. പ്രാർത്ഥന ഡെഡായെന്ന് എൻ്റെ അർത്ഥം. പ്രാർത്ഥന കഴിഞ്ഞു എന്നാണ്. നീ പ്രാർത്ഥിക്കാതിരിക്കണതും പ്രാർത്ഥനയ്ക്ക് താല്പര്യം കുറഞ്ഞതുമൊക്കെയല്ല, അതെല്ലാം നീ പിന്നോട്ട് പോയതിൻ്റെ സൂചനകളായിട്ടാണ് കൗണ്ട് ചെയ്യപ്പെടുന്നത്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അത് വിഷയാധിഷ്ഠിതമാകും. നമുക്ക് ഇപ്പം നീ ഇപ്പോൾ പരീക്ഷയ്ക്ക് തോറ്റെന്ന് വിചാരിച്ചോ, ഉടനെ നീ എന്നാ ചെയ്യും? നീ ഒരു പരീക്ഷയ്ക്ക് തോറ്റു എന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് നീ തോറ്റു, റിസൾട്ട് വന്നപ്പോൾ നീ തോറ്റു. അപ്പോൾ നീ എന്നാ ചെയ്യും? ഇന്നലെ ഈ റിസൾട്ട് വന്നത് വരെ കാണിക്കണ തീഷ്ണത തോറ്റ് കഴിഞ്ഞ് നമുക്ക് കാണിക്കത്തില്ല, ഇല്ലേ? അപ്പോൾ നമ്മൾ ദൈവത്തിന് പിടികൊടുത്ത പോലെയായി പോവും. അപ്പോൾ
ഈ റിസൾട്ട് വരണത് വരെയുള്ള തീഷ്ണത റിസൾട്ട് വന്ന് തോറ്റു കഴിഞ്ഞപ്പോൾ നമ്മളെ കാണിക്കണില്ല. അപ്പോൾ എന്നാ പ്രശ്നം എന്നറിയാം? അവിടെ വരാൻ പോകുന്ന പ്രശ്നം, അച്ഛൻ്റെ സ്വകാര്യ ഭാഷ പറഞ്ഞ ദൈവത്തിന് പിടികൊടുക്കാതിരിക്കുന്നതാണ് ആധ്യാത്മികമായ ബുദ്ധി. കാര്യം നീ റിസൾട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ദൈവത്തോടുള്ള ബന്ധമെങ്കിൽ അത് വ്യക്തിബന്ധമല്ല, വിഷയബന്ധമാണ്. പറഞ്ഞ മനസ്സിലായ? വ്യക്തിബന്ധം നമുക്ക് ദൈവമായിട്ട് എന്ത് ബന്ധമാണ് വേണ്ടത്? വ്യക്തിബന്ധമാണ് വേണ്ടത്. പക്ഷെ എന്താ പ്രശ്നിക്കണത്? നീ നിൻ്റെ ജോലി അല്ലെങ്കിൽ ബാങ്ക് ലോൺ തരാമെന്ന് പറഞ്ഞ് തന്നില്ല, അല്ലെങ്കിൽ രോഗം സുഖപ്പെടാമെന്ന് പറഞ്ഞു സുഖപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ നീ പഴയതുപോലെ പ്രാർത്ഥനയുടെ തീഷ്ണത കാണിക്കണില്ല എന്നുണ്ടെങ്കിൽ എന്താ പറ്റിയിരിക്കണത്? ആ വിഷയത്തിലാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അപ്പം നിനക്കും ദൈവവും തമ്മിലുള്ള ബന്ധമെന്താ? വിഷയബന്ധമാണ്, വ്യക്തിബന്ധമല്ല. ദൈവത്തോട് എന്ത് ബന്ധമാണ് വേണ്ടത്? അതാണ് ഹബക്കുക്ക് പറയണത് 3:17 ആലയിൽ ആടറ്റുപോയാലും ഭൂമി വിളവ് തന്നില്ലെങ്കിലും കർത്താവേ നിന്നോടുള്ള ശരണത്തിനും സ്നേഹത്തിനും ഒരു കുറവുണ്ടാവത്തില്ല. ശ്രുതിയുടെ ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ. ഈ ഉടമ്പടിയിലൊക്കെ കൗൺസിലിങ്ങൊക്കെ വെച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം ഇതാണ്. ഉടമ്പടി നമ്മൾ വെക്കുന്നത് എന്താണ്? വിഷയങ്ങളാണ് വെക്കുന്നത്, ഇല്ലേ? പക്ഷേ നമ്മൾക്ക് ദൈവമായിട്ടുള്ള ബന്ധം എന്താണ്? വിഷയബന്ധം അല്ല, പിന്നെ എന്താണ്? വ്യക്തിബന്ധമാണ്. ഈ വ്യക്തിബന്ധം വളരണത് പ്രാർത്ഥന കേട്ടല്ല വളരണത്. കേൾക്കാത്ത പ്രാർത്ഥനയ്ക്ക് നിൻ്റെ നിലപാടനുസരിച്ചാണ് ഇൻറ്റിമസി കൂടുകയും കുറയുകയും ചെയ്യണത്. കേൾക്കാത്ത ചില പ്രാർത്ഥനയില്ലേ, അത് കേൾക്കാതിരുന്നിട്ടെങ്കിലും നീയും ദൈവവും തമ്മിലുള്ള ബന്ധത്തിന് അതുവഴി മുമ്പത്തേക്കാൾ വിശ്വാസമോ പ്രത്യാശയോ ദൈവസ്നേഹമോ കൂടിയിട്ടുണ്ടെങ്കിലേ ബന്ധം ദൈവത്തിരുസന്നിധിയിൽ കൂടും. അതാണ് കാനംകാരി പറയണത്. കർത്താവേ അത് ശരിയാ, ഞാൻ പട്ടിയാണ്. കാര്യം ഈ പ്രാർത്ഥനയുടെ യാത്രയിൽ അപമാനങ്ങളും ഉണ്ടാവും. പക്ഷെ ഇന്നലെ രാത്രി ഞാൻ ഒരു വടകരയിൽ നിന്നുള്ള ഒരു മോളെ ഭർത്താവും ഭാര്യയും കൂടി അവരോട് ഉടമ്പടി 3 പ്രാവശ്യം പുതുക്ക് ഇന്നലെ കാണാമെന്ന് പറഞ്ഞാൽ. പക്ഷേ എനിക്ക് ഇന്നലെ മീറ്റിങ്ങൊക്കെ കാരണം അധികം കാണൽ നടന്നില്ല. അവർ പോകാതെ അവിടെ നിന്ന കാരണം ഞാൻ രാത്രി അവരെ വിളിച്ചു സംസാരിച്ചു. അപ്പോൾ അവർ എന്നോട് പറഞ്ഞു 10 കൊല്ലമായി മക്കളില്ല, ഇപ്പം അപമാനമായി നാട്ടുകാരുടെ മുമ്പിൽ. 10 കൊല്ലമായി മക്കളില്ല, ആലപ്പുഴ പോയി ഉടമ്പടി എടുത്തിട്ട് മക്കളായിട്ടില്ല. അതുകൊണ്ട് ചേട്ടത്തിമാരും അനിയത്തിമാരും ബന്ധുക്കളൊക്കെ വിളിച്ച് ഞങ്ങളെ കളിയാക്കാൻ തുടങ്ങി. അതാണ് ആ കാനംകാരുടെ പൊസിഷനാണത്. നമ്മുടെ കർത്താവിൻ്റെ പുറകെ നടന്നിട്ട് അവസാനം പട്ടി എന്ന രീതിയിൽ ആ കാനംകാരിയെ വിളിക്കണില്ലേ? മക്കളുടെ അപ്പമെടുത്ത പട്ടികൾക്ക് അപ്പോൾ അപമാനിക്കപ്പെട്ടു അല്ലേ? അപ്പം ചില ആധ്യാത്മിക യാത്രയിൽ നമ്മൾ അപമാനിക്കപ്പെടുമ്പോൾ നമ്മളെ അപമാനിക്കുക എന്നല്ല ദൈവം ഉദ്ദേശിക്കണത്. എന്താ ചെയ്തിരിക്കണത്? ദൈവം മരുഭൂമിയിലൂടെ മനുഷ്യനെ വിടണത് എന്തിനാ? എളിമപ്പെടുത്താൻ വേണ്ടിയാണ്. അതാണ് നിയമാവർത്തനം 8:3. ഞാൻ നിങ്ങളെ മരുഭൂമിയിലേ വിട്ടത് തണലില്ലാത്ത, വെള്ളമില്ലാത്ത, സന്ധിപ്പില്ലാത്ത അനുഭവങ്ങളിലൂടെ വിടുകയാണ്. അതാണ് നിയമാവർത്തനം 8:3. ഞാൻ നിങ്ങളെ മരുഭൂമിയിലൂടെ വിട്ടത് എന്തിനാണ്? നിങ്ങളെ എളിമപ്പെടുത്താൻ. പട്ടിയെന്ന് വിളിച്ചത് എന്തിനാ? എളിമപ്പെടുത്താനാണ്. അപ്പം എന്ത് ചെയ്യണം? അക്സെപ്റ്റ് ചെയ്യണം. നമ്മൾ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുമ്പോഴാണ് ഞാൻ പോയിട്ട് ശരിയായില്ല, ഉടനെ ഞാൻ പ്രാർത്ഥന നിർത്തും, ഉപവാസം നിർത്തും, പിന്നെ പഴയ സ്വഭാവം തുടങ്ങും. പഴയ സ്വഭാവത്തിൽ ആൾക്കാരുടെ കരുത്തേക്ക് കയറുക, ദാർഢ്യം കാണിക്കുക, ദേഷ്യപ്പെടുക, ക്ഷമിക്കാതിരിക്കുക, ഒന്നിനും താല്പര്യമില്ലാതിരിക്കുക, ഇങ്ങനെ പഴയ സ്വഭാവം തുടങ്ങും.
അപ്പോഴേ യഥാർത്ഥത്തിൽ നിൻ്റെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ തൽക്കാലം നീ കാര്യം കാണാൻ വേണ്ടി കർത്താവിൻ്റെ മുമ്പിൽ വേറെ ഒരു ഫേസ് സൂക്ഷിക്കുക. നിൻ്റെ കാര്യം കണ്ടില്ലെങ്കിൽ നീ എൻ്റെ പഴയ സൈസ് എടുക്കും നീ. അതാണ് വിഷയം. വളരെ ശ്രദ്ധിക്കണം. കർത്താവിൻ്റെ അടുത്ത് ഇടപെടുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഇപ്പം കാര്യം കാണാൻ വേണ്ടിയാണ് നീ പ്രാർത്ഥനയും കാര്യങ്ങളും ക്ഷമയും ദയയും നന്മയും വിശ്വസ്തതയും കുറേ ആത്മീയ പ്രവൃത്തിയും പുണ്യപ്രവൃത്തിയും കൊണ്ടൊക്കെ ഇതൊരു ജാടയായിട്ട് ചില സമയത്ത് വരാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ പഴയ രീതിയിലേക്ക് നീ പോകും. അത് കർത്താവിന് നിന്നേക്കാൾ നേരത്തെ അറിയാവുന്ന കാരണം ഒരു പ്രശ്നമുണ്ട്. അതാണ് ഞാൻ ദൈവത്തിന് പിടികൊടുക്കരുതെന്ന് പറഞ്ഞതിൻ്റെ കാരണം. അപ്പോൾ അതനുസരിച്ച് നിന്നെ മരുഭൂമിയിലെ വിടുമ്പോൾ ഇപ്പോൾ വേണമെങ്കിൽ കാനംകാരിക്ക് പറയാം, ഇങ്ങനെ ദൈവമല്ല ഒരു മണ്ണാങ്കട്ടയോ അല്ല, ചുമ്മാ കള്ളത്തരമാണ്, ഇങ്ങനെയാണ് മനുഷ്യനെ വിളിക്കണത്, പട്ടിയെന്നൊക്കെയാണ് മനുഷ്യനെ വിളിക്കണത്, വേറെ പണിയൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് വേണേൽ പോകാം. പക്ഷെ കാനംകാരി പോകത്തില്ല. കാനംകാരി പറയും, ജീസസ് ദാറ്റ് ഇസ് റൈറ്റ്, ഐ ആം എ ഡോഗ് ആൻഡ് യു ആർ എ ലോഡ്. ഞാനൊരു പട്ടിയാണ്, പക്ഷെ നീ ആരാണെന്ന് എനിക്കറിയാം. ആരാണ്? യജമാനനാണ്. പട്ടികൾ പോലും യജമാനൻ്റെ മേശപ്പുറന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ തിന്നാറുണ്ടല്ലോ എന്ന് പറയും. അത് വല്ലാത്ത അതാണ് അച്ഛൻ ആദ്യം പറഞ്ഞത്, പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിൽ വരണം എന്താണ് അതുപോലെ പറയണം. ഒരു ചേച്ചിയോട് സാക്ഷ്യം പറഞ്ഞെന്തറിയാമോ? ജീസസ് ഐ ആം നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദാറ്റ്. അവൾ ഇംഗ്ലീഷിലാണ് പറഞ്ഞ കർത്താവിനോട്, ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് പറഞ്ഞതാണ്. എന്താ അവൾ ഉടമ്പടി എടുത്തപ്പോഴേ അവൻ്റെ മകന് ഒരു ജോലി കിട്ടണം. അപ്പോൾ ജോലി ഉടനെ കിട്ടി അവൻ ഗൾഫിൽ പോവുകയും ചെയ്ത്. അവൻ തിരിച്ചു വിളിച്ച്, മമ്മി ഇതെന്ത് ജോലി മമ്മി? ഞാൻ ഈ വീട്ടൊക്കെ എല്ലാം പഠിച്ചിട്ട് ഇവിടുത്തെ ഓരോ കടയുടെ വാതിക്ക് നടക്കുകയാണ് ബാഗും പിടിച്ചോണ്ട് ഈ സാധനം വിൽക്കാൻ വേണ്ടി. എന്നെ അവരെ വിളിച്ച് ഫീൽഡ് എക്സിക്യൂട്ടീവ്, ബിസിനസ് എക്സിക്യൂട്ടീവ് എന്നൊക്കെ പറഞ്ഞ് കോഡറൊക്കെ കൊടുത്ത് ടൈയൊക്കെ കൊടുത്തിരിക്കുകയാണ്. അതൊക്കെ ചുമ്മാ കമ്പനിക്കാരൻ്റെ സാധനം വിറ്റഴിക്കാൻ വേണ്ടിയുള്ള ഒരു കോപ്പറേറ്റീവ് ജാട കാണിച്ചിരിക്കുകയാണ്. പക്ഷേ ഇവന് കിട്ടുന്ന ശമ്പളം 21,000 രൂപയാണ്. ബിസിനസ് എക്സിക്യൂട്ടീവ് എന്നുള്ള പേരാണ് കിടക്കുന്നത്. അവൻ ചെയ്യണത് എന്താണ്? ഡോർ ടു ഡോർ ഡെലിവറിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവനെ വിളിച്ച് മമ്മിയെ വിളിച്ച് പറഞ്ഞു, മമ്മി ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് 10-5-6 ലക്ഷം രൂപ മുടക്കിയിട്ട് ഞാൻ ഓരോ കുടുംബങ്ങളിൽ നടന്ന് വീടുകളിൽ നടന്ന് കൊടുത്തുകൊണ്ടിരിക്കുകയല്ല കമ്പനിക്ക് വേണ്ടിയെന്ന് ചോദിച്ചപ്പോൾ അവൾക്ക് വിറഞ്ഞ്. അവൾ ഇവിടെ വന്ന് അൾത്താറെ നോക്കി ഞാൻ പറഞ്ഞു, ജീസസ് ഐ ആം നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദാറ്റ്. സങ്കടം കൊണ്ട് പറഞ്ഞതാണ്, ജീസസ് ഐ ആം നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദാറ്റ്. ഞാൻ ഇതുകൊണ്ട് എൻ്റെ മകന് നീ കൊടുത്ത ജോലി കൊണ്ട് ഞാൻ തൃപ്തയല്ല എന്ന് പറഞ്ഞു. അവൾ കാര്യം ഇത്രയും പഠിപ്പിച്ചതല്ലേ. അതുകൊണ്ട് അവൾ മുഖത്ത് നോക്കി കർത്താവിൻ്റെ മുഖത്ത് നോക്കി സംസാരിച്ച്. അതാണ് ഞാൻ പറയണത്, നിങ്ങളുടെ ഉള്ളിലുള്ളത് സംസാരിക്കുമ്പോൾ ദൈവം അത് അക്സെപ്റ്റ് ചെയ്യണത് നിങ്ങളുടെ തണ്ടുരോഗമായിട്ടാണ് എടുക്കണത്. എന്താ? നിങ്ങളുടെ ശരണം, നിങ്ങളുടെ കർത്താവിലുള്ള വിശ്വാസം. കർത്താവ് നീ കൈവിട്ടാൽ ഞങ്ങൾ എവിടെ പോകുമെന്നൊരു മനുഷ്യൻ പണ്ട് കർത്താവിനോട് ചോദിച്ചു, അല്ലേ? ആരാ ചോദിച്ചത്? പത്രോസ് ചോദിച്ചു, കർത്താവേ ഞാൻ എവിടെ പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ. അപ്പം നമ്മൾ വീണാലും നിരച്ച് കർത്താവിൻ്റെ മുമ്പിൽ തന്നെ വരണം. അതുകൊണ്ടാണ് പത്രോസാണ് ഇത്രയും ഉയരാൻ കാര്യം. ആ മനുഷ്യന് ഭയങ്കര ദൈവിക വെളിപാടായിരുന്നു. അയാൾ എപ്പോഴും പറയാമായിരുന്നു, എന്തെല്ലാം കർത്താവിൽ നിന്നുണ്ടായാലും ഞാൻ പോകത്തില്ല ഒരിടത്തും. കർത്താവിനെ ചവിട്ടിയാലും തല്ലിക്കൊന്നാലും ഞാൻ പോകത്തില്ല. എന്താ കാര്യം? പോകാൻ ഒരിടമില്ല, മറ്റൊരുവൻ രക്ഷയില്ല. ആകാശത്ത് ഭൂമിക്ക് മധ്യേ രക്ഷ നൽകാൻ ദ സിംഗിൾ നെയിം ഇസ് ഗിവൺ, നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവിന് നാമം മാത്രമേ ഉള്ളെന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ ഈശോനോട് എൻ്റെ മകൻ്റെ ഈ വേദം കൊണ്ടുള്ള അലച്ചിലിൽ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ലെന്ന് പറഞ്ഞല്ലേ. എനിക്ക് യാതൊരു തൃപ്തിയുമില്ല ഈശോ എന്ന് പറഞ്ഞു. 24 മണിക്കൂറിനുള്ളിലാണ് പ്ലേസ്മെൻറ്റ് നടന്നത്. വിത്തിൻ 24 hours അവൻ പ്ലേസ് ചെയ്ത് കമ്പനിക്കാർ. പറയേണ്ട പോലെ പറഞ്ഞാൽ ക്ലിയർ ആകും. അത് തന്നെയല്ലേ ഈശോ പറഞ്ഞത്. അത് നമ്മുടെ ആഗ്രഹങ്ങൾ ആത്മാർത്ഥതയോടെ നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അവൾ ആ കാര്യം അത് തന്നെയാണ് പറയണത്. കർത്താവ് അത് ശരിയാണ്, അങ്ങ് പറഞ്ഞ് ശരിയാണ്. പക്ഷേ യജമാനന്മാരുടെ മേശയിൽ നിന്ന് പട്ടികളും അപ്പക്കഷ്ണങ്ങൾ തിന്നാറുണ്ട്. ഉമ്മാൻ എന്നാ ഈശോ വിളിക്കണത് സ്ത്രീയെ. പിന്നെ എന്താ പറയുക? നിൻ്റെ ആഗ്രഹം പോലെ നിനക്ക്. അപ്പോൾ അതാണ് സംഭവം. ആഗ്രഹം പോലെ ആ വാക്ക് ബൈബിൾ ഒറ്റ പ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ളൂ. കനംകാരിയാണ് കർത്താവിൻ്റെ മനസ്സിലിരിപ്പ് പുറത്തു കൊണ്ടുവന്നത്.
ആ കാനംകാരി വിജാതി സ്ത്രീയാണ് കർത്താവിൻ്റെ മനസ്സിലിരിപ്പ്. അതാണ് 15:28. മത്തായിയുടെ സുവിശേഷം 15:28. മകളെ, എന്താണ്? നിൻ്റെ ആഗ്രഹം പോലെ നടക്കട്ടെ. ദാറ്റ് മീൻസ് എന്താണ്? ആഗ്രഹം, കർത്താവിനോട് ആത്മാർത്ഥമായിട്ടുള്ള ബന്ധം നിനക്കുണ്ടെങ്കിൽ നിൻ്റെ ഏത് ആഗ്രഹവും കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിക്കാം. അത് കർത്താവ് അംഗീകരിക്കും, ബഹുമാനിക്കും, നടത്തി തരും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. അതുവഴി നമ്മുടെ എളിമപ്പെടലും ഒക്കെ ഉണ്ടാകണമെങ്കിൽ ഇനി ഈശോ അല്ലാതെ വേറെ ഒരു ഓപ്ഷൻ വെക്കാതെ ഷാർപ്പായിട്ട് ശരണപ്പെട്ട് നിൽക്കുന്നതിന് നമുക്ക് എന്താ വേണ്ടത്? കർത്താവിനെക്കുറിച്ച് ആന്തരികമായ ബോധ്യം വേണം. ഈ ആന്തരിക ബോധ്യത്തിനാണ് നമ്മൾ ഉടമ്പടിക്കാലത്ത് വചനം ഇടയ്ക്കിടയ്ക്ക് വായിച്ചുകൊണ്ടേയിരിക്കുന്നത്. കാര്യം കർത്താവ് ആരാണെന്ന് അറിയണ്ടേ? ഇതിൻ്റെ തൊള്ളാവുന്ന കാഷ്വാലിറ്റി എല്ലാം ഫേസ് ചെയ്യാൻ എന്താ സഹായിക്കണം നമ്മളെ? പത്രോസിനെ സഹായിച്ചത് എന്താണ്? പത്രോസ് പറഞ്ഞു, കർത്താവ് ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും? 6:69 യോഹന്നാൻ്റെ സുവിശേഷം. നിത്യജീവൻ്റെ വചനങ്ങൾ അങ്ങയുടെ ഓപ്ഷനില്ല നമുക്ക്. അപ്പം കർത്താവല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല എന്നുള്ളത് ബൈബിൾ ആദ്യം മുതൽ ഉന്നയിക്കുന്ന രക്ഷാമന്ത്രമാണ്. നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം. ആ സാധനം എപ്പോഴും വർക്കൗട്ട് ചെയ്യും. മറ്റൊരു ഓപ്ഷൻ വെക്കണം എങ്ങനെയാണെന്നറിയാവോ? നമ്മളെപ്പോഴും ഒരു മനുഷ്യൻ അപകടപ്പെടാൻ സാധ്യതയുണ്ടെങ്കിൽ ഈ 6-ാം പ്രമാണത്തിലും 5-ാം പ്രമാണത്തിലൊന്നുമല്ല, 1-ാം പ്രമാണത്തിലാണ്. കാര്യം നമ്മൾക്കെപ്പോഴും അതിശക്തമായ പ്രലോഭനം. ഇപ്പം നിങ്ങൾ പറയും ഞങ്ങൾ വിഗ്രഹാരാധനയ്ക്ക് പോണില്ല, ഞങ്ങൾ അന്യദേവനെ ആരാധിക്കണില്ല. ബട്ട് ഒരു പ്രശ്നമുണ്ട്, നിങ്ങൾ പ്രാർത്ഥന താമസിച്ചാൽ മതി, 1-ാം പ്രമാണം ലംഘനമാകും. പ്രാർത്ഥനയില്ലേ, ആ പ്രാർത്ഥന, സന്ധ്യപ്രാർത്ഥന താമസിച്ചാൽ, നടന്നില്ലെങ്കിലും അതെല്ലാം 1-ാം പ്രമാണ ലംഘനമാണ്. അത് വർക്കൗട്ട് ചെയ്ത് വരുമ്പോൾ എന്താ കാര്യം? വേറെ ഓപ്ഷൻ, അതിനേക്കാൾ പ്രാധാന്യമുള്ള കാര്യം നമുക്ക് വന്നിരിക്കുന്നു. കുടുംബത്തിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ വലിയ വിഷയം നമുക്ക് വന്നിരിക്കുന്നു. അപ്പം നിൻ്റെ കർത്താവ് ദൈവം ചിലപ്പോൾ നീ പ്രാധാന്യം കൊടുക്കുന്ന വസ്തുവോ വ്യക്തിയോ ആയിരിക്കാം. ശിക്ഷ വന്നു. ഏറ്റവും തകർച്ച കുടുംബ പ്രാർത്ഥനയാണ്. കുടുംബ പ്രാർത്ഥന കൗണ്ട് ചെയ്യണ രീതികൾ അറിയണം നിങ്ങളെ. അത് ചുമ്മാ ചട്ടപ്പടി സമ്പ്രദായമല്ല, അത് 1-ാം പ്രമാണമാണത്. എവിടെയെങ്കിലും നിൻ്റെ പ്രാർത്ഥന മിസ്സായി അല്ലെങ്കിൽ കുർബാന മിസ്സായി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? കുർബാനയേക്കാൾ പ്രാധാന്യമുള്ള എന്തോ സംഭവം വന്നു. പണ്ടൊരു മനുഷ്യൻ ഇവിടെ കരഞ്ഞുകൊണ്ട് വന്ന്, അയാൾ പണ്ട് എൻ്റെ പള്ളി കൈക്കാരനായിരുന്നു. അപ്പോൾ അയാളോട് ഒരു ദിവസം ഞാൻ പള്ളിയിൽ ഇരിക്കുന്ന കാലത്ത് ഞാൻ ഞായറാഴ്ച, എനിക്കധികം വീട്ടുകാരില്ല, ഞാൻ 300 വീട്ടുകാരേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ പള്ളി നിന്ന് കഴിഞ്ഞാൽ ആര് വന്നെന്നൊക്കെ എനിക്കറിയാൻ പറ്റും. ഞാനെപ്പോഴെങ്കിലും നോക്കിക്കൊണ്ട് എനിക്കത്തോളം എപ്പോഴും. അപ്പോൾ ആൾ മിസ്സായി എനിക്കറിയാം. അപ്പോൾ ഞാനൊരു ദിവസം ഈ കൈക്കാരനെ കാണാഞ്ഞപ്പം പെട്ടെന്ന് മനസ്സിലായി. ഞാൻ കൈക്കാരനോട് ചോദിച്ചു, കൈക്കാരാ കുർബാനയ്ക്കില്ലായിരുന്നല്ലോ? അതൊരു ജീവിത പ്രശ്നത്തിന് പോയിരിക്കുകയായിരുന്നെന്ന്. അതെന്നെ കൈക്കാരൻ ഈ ചരക്കെടുത്ത് വിൽക്കണ ആൾ തരകൻ്റെ അടുത്ത് കാശ് മേടിക്കാൻ പോയതാ. കാരണം തരകൻ 8 മണിക്ക് 7 മണിക്കേ വീട്ടിൽ കാണത്തുള്ളൂ. അത് കുർബാനയുടെ സമയമാണ്. അപ്പോൾ കുർബാനയ്ക്ക് പോകണം, കർത്താവിൻ്റെ അടുത്ത് പോകണം, തരകൻ്റെ അടുത്ത് പോകണം എന്ന് പറഞ്ഞ് ഈ മനുഷ്യൻ കിടന്നുകൊണ്ട് പേറ്റി അവസാനം കർത്താവിനേക്കാൾ വലിയ തരകനുണ്ടായി. തരകൻ്റെ അടുത്ത് പോയി അയാൾ കാശ് മേടിച്ചു, കുർബാന മുടങ്ങി. ആ കാശും അതിൻ്റെ 10 ഇരട്ടി കാശ് നഷ്ടപ്പെട്ട് തേച്ച് കഴുകി 2 വർഷം കഴിഞ്ഞപ്പോൾ ഇയാൾ എൻ്റെ അടുത്ത് ഇവിടെ വന്നു. നമ്മുടെ തകർച്ച നമ്മളുണ്ടാക്കുന്നതാണേ. നമ്മുടെ തകർച്ച നമ്മളുണ്ടാക്കുന്നതാണ്. നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു എന്ന് പറയുമ്പോഴേ അതിൻ്റെ ഇത്രയും വെടിച്ചിട്ടിരിക്കുമ്പോൾ എന്ന് വിശ്വാസി മനസ്സിലാക്കണം. കാര്യം എന്താണ്? അത് ഒന്നാമത് വെച്ചിരിക്കുകയാണ്. കാര്യം എപ്പോഴും തെറ്റാൻ സാധ്യതയുണ്ടെങ്കിൽ ഒന്ന് തെറ്റിയിട്ട് മാത്രമേ 2, 3, 4 ഇപ്പം ജോളിയുടെ സൈനൈഡ് കൊലപാതകങ്ങളില്ലേ, അതുവരെ ഈ 1 തെറ്റിയിട്ടേ തെറ്റത്തുള്ളൂ. അത് 6 അല്ലേ? 5 കൊല്ലരുത്.
6 വ്യഭിചാരം ചെയ്യരുത്. അപ്പം 5ഉം 6ഒക്കെ തെറ്റണത് മുമ്പ് 1 ആദ്യം തെറ്റും. നീ ഒന്ന് തെറ്റുമ്പോൾ തന്നെ കർത്താവിൻ്റെ സ്ഥാനം വേറെ എന്തെങ്കിലും വസ്തുക്കൾക്കോ വ്യക്തികൾക്കോ സമയത്തിന് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുമ്പോൾ തന്നെ തുടങ്ങിയെന്ന് മനസ്സിലാക്കണം. കുടുംബത്തിൽ സാത്താൻ്റെ പണി തുടങ്ങി. കർത്താവ് പണി തുടങ്ങത്തില്ല, എവന് നമ്മൾ അവസരം കൊടുത്തു. അവനൊരു അവസരം കൊടുത്തുള്ള അവസ്ഥ എന്താണ്? പിന്നെ കയറിയവന് കാര്യം അവന് കിട്ടുന്ന ഏറ്റവും വലിയ അവസരമാണ്. ഇപ്പം കർത്താവിൻ്റെ സ്ഥാനം പോയാൽ അവിടെ നിന്ന് പ്രാധാന്യം കൊടുത്തില്ലെങ്കിൽ നിൻ്റെ അനുവാദമില്ലാതെ തന്നെ ആ സീറ്റിൽ അവൻ വരും. അതാണ് ബൈബിൾ പറയണത്. എഫേസ്യസ് 4:27 സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. അവനെ വിളിക്കേണ്ട കാര്യമില്ല. ആ പാർട്ടിക്കുള്ള ഗുണമെന്ന് വെച്ചാൽ വന്നു കയറി ഇരുന്നോളൂ, ഒരു പ്രശ്നമില്ല. കാര്യം നിങ്ങൾ കർത്താവിൻ്റെ അവസരം നഷ്ടപ്പെടുത്തിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ സീറ്റ് അവൻ കൈകാര്യം ചെയ്യും. എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സാത്താൻ്റെ ഒരു പ്രത്യേകത, ദൈവം വിളിച്ചാലേ വരത്തുള്ളൂ, സാത്താൻ വിളിക്കാണ്ട് വരും. അതാണ് എൻ്റെ വിഷയം വരുന്നത്. ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് വന്നുകൊണ്ട് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാനകത്ത് പ്രവേശിക്കും, അവനോടൊരു വിരുന്നിനിരിക്കുമെന്ന് വെളിപാട് 3:20 പറയണേ. കർത്താവ് വിളിച്ചാലേ വരത്തുള്ളൂ. ദാറ്റ് ഈസ് വൈ ദ ഹെവൻ ഈസ് സോ വാല്യുബിൾ. എന്തുകൊണ്ടാണ് ദൈവരാജ്യം ഇത്രയും വിലയുള്ളതായി മാറണത്? ബിക്കോസ് ഇറ്റ് ഈസ് പെയ്ഡ് സീറ്റ്. അവൻ്റെ തിരുരക്തത്താൽ വീണ്ടെടുത്ത കൊണ്ടാണ്. അതുകൊണ്ട് വി മസ്റ്റ് പേ. നമുക്ക് കോസ്റ്റ്ലിയാണ്, നമ്മളത് കൊടുക്കണം. സാത്താന് ഒരു മുതൽമുടക്കുമില്ല, അവൻ വലിഞ്ഞു കയറി നേരെ വന്നിരുന്നോളും. അതുകൊണ്ട് ബൈബിൾ പറയും എഫേസ്യസ് 4:27 സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. സാത്താന് അവസരം കൊടുക്കരുത് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാവോ? നമ്മൾ ദൈവത്തിൻ്റെ അവസരങ്ങൾ കൊടുക്കാതിരുന്ന ഓട്ടോമാറ്റിക്കായിട്ട് അത് മറ്റവൻ്റെ അവസരമായിട്ട് മാറുകയും ക്രമേണ നമുക്ക് വേറെ ചിന്തകൾ വരികയും ചെയ്യും. ഇപ്പോൾ ഒരാളിൽ 6 പേരല്ലേ ഈ ലോകത്ത് എന്തുമാത്രം പുണ്യം ചെയ്തിട്ടുള്ള കോടിക്കണക്കിന് ക്രിസ്ത്യാനികൾ ജനിപ്പിച്ച സഭയാണിത്. ഈ സഭയെ തന്നെയാണ് ജോളി ജനിച്ചിരിക്കുന്നത്, ഇല്ലേ? ഇപ്പം ഞാൻ സമയത്ത് ഓർക്കുക, മദർ തെരേസ മുതൽ ജോളി വരെ ഇല്ലേ, 6 പേര് സൈനൈഡ് കില്ലർ. ഞാൻ ഓർത്തത് ഇത്രയും ഈ വിശ്വാസത്തിലൊക്കെ വളർന്നിട്ട് പിന്നെ എന്താ ഈ മനുഷ്യന്മാർ ഇങ്ങനെ തെറ്റിപ്പോണത്? എനിക്കൊരു സമാധാനം ഇല്ല. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഇത്രയും വചനങ്ങളും ധ്യാനങ്ങളും പള്ളിയൊക്കെ ഉണ്ടായിട്ടും ഇതുപോലെയുള്ള സൈനൈഡ് കില്ലേഴ്സ് ഉണ്ടാകുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് പറഞ്ഞു, ചിത്തമരം ചിത്തബലങ്ങൾ. കർത്താവ് നേരത്തെ പറഞ്ഞതല്ലേ, നല്ല മരത്തിന് ചീത്ത ഫലങ്ങൾ തരാൻ പറ്റത്തില്ല, ചീത്ത മരത്തിന് നല്ല ഫലങ്ങളും തരാൻ പറ്റത്തില്ല. പിന്നെ എന്താണ്? ചീത്ത മരത്തിന് അതാണ് മത്തായി 7:18 മോശം മരം മോശം ഫലം തരും. അപ്പം നിങ്ങൾ ഈ മോശം ഫലമായിട്ടാണ് ഉടമ്പടി ചെയ്തിരിക്കണമെങ്കിൽ പണിയാളെന്നാണ് പറഞ്ഞുകൊണ്ട് വരുന്നത് കേട്ടോ. കർത്താവിനോട് കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. ഇന്നലെ ഒരു മുസ്ലിം സഹോദരിയുടെ സാക്ഷ്യം ഉണ്ടായിരുന്നു. ഇന്നലെ ചെറുപ്പക്കാരത്തിയാ. അവൾ എന്താ പറഞ്ഞെന്നറിയാവോ? അവളെ അച്ഛൻ വിളിച്ചത് എന്താണ്, ബഷീർ എന്നുള്ളതിന് ഭാസ്കർ എന്ന് വിളിച്ച് അച്ഛനെ തിരുത്തി ഉടനെ അവൾ ഷംന തിരുത്തി അച്ഛനെ. എൻ്റെ പേര് ഷംന ബഷീർ, ഞാൻ ഇസ്ലാമാണ്, അച്ഛന് തെറ്റിയതാണെന്ന് പറഞ്ഞത്. അവൾ എന്നാ പറഞ്ഞെന്നറിയാം? ആദ്യം പറഞ്ഞത്, കുറേ സാക്ഷികൾ പറഞ്ഞ ശേഷം ആദ്യം പറഞ്ഞതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. എനിക്ക് കുറേ നാളായിട്ട് മുൻകോപമാണ് ഭയങ്കര. അപ്പം ഞാൻ മുൻകോപം എനിക്ക് അടക്കാൻ പറ്റാതെ വന്നപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞ് എൻ്റെ മുൻകോപം ഒന്ന് അവസാനിപ്പിച്ച് തരണം. ആദ്യം ഞാൻ ചീത്ത മരമാണ്, എന്നെ നീ തൊട്ട് നല്ല മരമാക്കി തരണം. എന്തിനാണ്? നല്ല ഫലങ്ങളെ വിളയിക്കാൻ വേണ്ടി. അത് നമ്മൾ ദൈവത്തോട് കാണിക്കുന്ന ഒരു തുറവിയാണത്. കാര്യം ഈ ഗ്രേസ് ബിൽഡ് അപ്പ് ഓൺ നേച്ചർ എന്ന് ഞങ്ങളൊക്കെ പഠിച്ചിരിക്കുന്നത്. കൃപ മനുഷ്യൻ്റെ പ്രകൃതിയിലാണ് വിളയണത്. അപ്പം നമ്മുടെ പ്രകൃതി മാറ്റം സംഭവിച്ചില്ലെങ്കിൽ, മനസ്സാന്തരം എന്ന് പറയുന്നത് മനസ്സിൻ്റെ മാറ്റമല്ല, അത് മൊത്തം പ്രകൃതിയുടെ മാറ്റമാണ്.
ക്ഷമ, ദയ, നന്മ, വിശുദ്ധത, ആത്മസംയമനം എന്നൊക്കെ പറയണത് പ്രകൃതിയുടെ ഫലങ്ങളാണ്. ബേസിക്കായിട്ട് ഈശോയെ രക്ഷകനായി സ്വീകരിച്ചുകൊണ്ട് ഈശോൻ്റെ സ്വഭാവം കാണും. യേശുക്രിസ്തുവിൻ്റെ മനോഭാവം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് പറയത്തില്ലേ? ഫിലിപ്പിയർ 2:7, ഫിലിപ്പിയർ 2:6. യേശുക്രിസ്തുവിൻ്റെ മനോഭാവം നിങ്ങൾക്കുണ്ടാവട്ടെ. നമ്മൾക്ക് പ്രകൃതി മാറ്റം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? കർത്താവിൻ്റെ പ്രകൃതിയിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യുകയാണ്. ഉടമ്പടിയുടെ അടിസ്ഥാനപരമായ ലക്ഷ്യം എന്താണ്? കർത്താവിൻ്റെ പ്രകൃതിയിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യുന്നു. കർത്താവിൻ്റെ പ്രകൃതിയിലേക്ക് നമ്മൾ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യണത്? അവൻ പകർത്തിയ ദൈവമായിരിക്കവേ ദൈവത്തോട് സമാനം മുറുകപ്പെടുന്ന കാര്യമായി പരിഗണിക്കാതെ അവൻ ദാസനായി മരണത്തോളം, കുരിശുമരണത്തോളം തന്നെ താഴ്ത്തി. അതിനാൽ എന്ത് സംഭവിച്ചു? ദൈവം അവനെ അത്യധികം ഉയർത്തി. നമ്മളെ ഉയർത്തേണ്ടത് ആരാണ്? ദൈവമാണ്. ദൈവത്താൽ ഉയർത്തപ്പെടാൻ വേണ്ടിയാണ് നമ്മൾ എളിമപ്പെടുന്നത്. ദൈവം നമ്മൾ എളുപ്പപ്പെടുത്തുന്നത്. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ. ഇരുന്നിരിക്കുന്നവരൊക്കെ ഒന്ന് എഴുന്നേറ്റ് നമ്മൾ വളരെ സീരിയസ് ആയിട്ടുള്ള പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇപ്പോൾ തന്നെ എൻ്റെ മക്കൾ ഇപ്പോഴും നിങ്ങൾ ഡേറ്റ് ഇടണം. ഈ പ്രാർത്ഥനയുടെ അവസാന ആശീർവാദത്തിലും ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി അച്ഛൻ പറയും. നിങ്ങളുടെ ദൈവാനുഗ്രഹം അധിവസിക്കേണ്ട പ്രധാനപ്പെട്ട നിർണായകമായ തീയതികൾ നിങ്ങൾ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുക. എന്നെ ശ്രവിക്കുന്നവരും ഓരോരോ രാജ്യങ്ങളിലും സംസ്ഥാനങ്ങളിലും ജില്ലകളിലും ഇരുന്നു കൊണ്ട് ഈ ധ്യാനം ലൈവായിട്ട് കൂടുന്നവരും ഇപ്പോൾ പരിശുദ്ധ അമ്മ വഴി ഇവിടെ ആയിരക്കണക്കിന് മക്കൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പ്രാർത്ഥനയോട് ചേർത്ത് നിങ്ങളും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഡേറ്റ് ഇടുക. നേരത്തെ ഡേറ്റ് ഇട്ടിട്ടുള്ളവരാണെങ്കിൽ വീണ്ടും ഡേറ്റ് ഇടുക. നിൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ്, സ്ഥലം അളവിൻ്റെ ഡേറ്റ്, ഭാഗ ഉടമ്പടി ഡേറ്റ്, നിൻ്റെ ഡെലിവറി ഡേറ്റ്, ഓവുലേഷൻ ഡേറ്റ്, എന്തിനെല്ലാം കാര്യത്തിൽ നിങ്ങൾ പരീക്ഷാ തീയതികൾ ഒക്കെ അമ്മേ, പരിശുദ്ധമ്മേ, കൃപാസനം മാതാവേ. കാര്യം കൃപാസനം മാതാവിനാണ് ഡേറ്റിൻ്റെ വിഷയം വരണത്. കാര്യം സമയഘടികാരം നെഞ്ചിൽ ചാർത്തി 2004 ഡിസംബർ 7 അമ്മ പ്രത്യക്ഷപ്പെട്ടതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഡേറ്റ് ഇടാൻ കാര്യം. സമയത്തിൻ്റെ അമ്മയാ. സ്തുതികട ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പിന്നെ നമുക്ക് കർത്താവ് തന്ന ഒരു കൃപയാണ് കൈവെപ്പ് പ്രാർത്ഥന. ഇന്ന് ഒരു ചേച്ചി സാക്ഷ്യം പറഞ്ഞു. എല്ലാ കൂട്ടായ്മയ്ക്കും 1-2 പേരങ്ങനെ സാക്ഷ്യം പറയും. കൈവെച്ചടം ഈശോ സുഖപ്പെടുത്തും. ആ വേരിക്കോസിൻ്റെ സഹോദരിയുടെ സാക്ഷ്യം വളരെ നല്ല സാക്ഷ്യമാണ്. കാര്യം വേരിക്കോസ് അപൂർവ രോഗമാണ്. സാധാരണ സൗഖ്യത്തിൽ വരാത്തൊരു സാക്ഷ്യമാണത്. അപ്പോൾ എന്ത് രോഗവും അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഇടത്ത് നിൽക്കുമ്പോൾ അമ്മ നിനക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന കാരണം ഈശോ ആ പ്രാർത്ഥന ഹോണർ ചെയ്യുമെന്നാണ് സാക്ഷ്യം കൊണ്ട് നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പോഴച്ഛൻ പറയുന്നത് ഈ പിൻകഴുത്തിന് താഴെ അസ്ഥി ഉന്തിയവരെ കാണുന്നുണ്ട്. അവിടെ വേദന ഉള്ളവരും മരവിപ്പുള്ളവരും
അനക്കമില്ലാത്തവരെയും അസ്ഥി എവിടെയെങ്കിലും ഉന്തിയതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അവിടെയെല്ലാം നിങ്ങൾക്ക് കൈവച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. ഏതെങ്കിലും ശരീരഭാഗത്ത് അസ്ഥി ഉന്തിയതായിട്ട് തോന്നുന്നുണ്ടോ, നട്ടെല്ല് വളവ്, അകത്തോട്ട് പുറത്തോട്ട് വളയുന്ന അവസ്ഥ, കാര്യം ഓപ്പറേഷന് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അവിടേക്ക് നിനക്കിപ്പോഴേ നീ കൈവെക്കുമ്പോൾ പറയണം, അമ്മ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഈശോയുടെ നാമത്തിലാണ് ഞാൻ ഈ കൈവച്ചിരിക്കണത്. ഇത് കർത്താവിൻ്റെ കൈയായി കണ്ടുകൊണ്ട് എന്നെ സുഖപ്പെടുത്തണം, എന്നെ അവിടുത്തെ സാക്ഷിയായി മാറ്റണം. എരിച്ചിലും പുകച്ചിലുമുള്ള ഇടങ്ങൾ, കൈവെള്ളം ഊതുന്നവരുണ്ട്. കൈവെള്ളം ഊതുന്നവർ കൈ കൂപ്പിയാണ് വെക്കേണ്ടത്. അവിടെ ഒരു കൈ ഫ്രീ അല്ലെങ്കിൽ ഊതുന്ന കൈ മാത്രം നെഞ്ചത്ത് വെച്ചാൽ മതി. ശരീരത്തിൻ്റെ ബേണിംഗ് സെൻസേഷനുള്ള ഇടങ്ങൾ, എരിച്ചിലും പുകച്ചിലുമുള്ള സ്ഥലങ്ങൾ കൈവെക്കാവുന്നതാണ്. ഇപ്പോൾ യൂറിനറി ട്രബിൾസൊക്കെ ഉള്ളവരല്ലേ, അവർക്കൊക്കെ ഭയങ്കര അടിവയറ്റ്, ഭയങ്കര എരിച്ചിലും പുകച്ചിലും ആയിരിക്കും. അതുപോലെയുള്ള രോഗങ്ങൾ, ഗ്യാസ് ട്രബിളിനും ഹൃദയത്തിൻ്റെ അസുഖങ്ങൾക്കും നെഞ്ചെരിച്ചിൽ ഭയങ്കരമാണ്. അവിടെയൊക്കെ കൈവെക്കാവുന്നതാണ്. എരിച്ചിലും പുകച്ചിലും സ്ഥലങ്ങളിൽ കൈവെക്കുക. തൊലി ഊതുന്നവർ, നീറ്റൽ കൊണ്ട് ഊതത്തില്ലേ, അങ്ങനെയുള്ളവരും അവിടങ്ങളിൽ കൈവെക്കേണ്ടതാണ്. സ്വെല്ലിങ് പ്ലേസുകൾ, നീര് പോലെ പൊങ്ങി വരുന്നത്, ശരീരത്തിൽ ചിലയിടങ്ങളിൽ നീര് പോലെ പൊങ്ങി വരും. അവിടെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ സൗഖ്യത്തിനായി ഈശോ നാമത്തിൽ ഞാൻ കൈവെക്കുന്നു. അച്ഛനോട് ചേർന്ന് പറയുക, ഞാൻ കൈവച്ച ഇടങ്ങൾ കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തില് ഈശോയുടെ നാമത്തിൽ ഞാൻ കൈവെക്കുന്നു. കർത്താവേ, ഈ കൈ അങ്ങയുടെ തിരുമുറിവാർന്ന വലത് കരമായി ഞാൻ വിശ്വാസത്താൽ പ്രഖ്യാപിക്കുന്നു. ഞാൻ യേശുനാമത്തിൽ സൗഖ്യപ്പെടട്ടെ. ഞാൻ യേശുനാമത്തിൽ സൗഖ്യപ്പെടട്ടെ. ഞാൻ യേശുനാമത്തിൽ സൗഖ്യപ്പെടട്ടെ. ശ്രുതികട ഹല്ലേലൂയ. മക്കളെ, ഉദര രോഗമുള്ളവരെ, നിങ്ങൾ സന്തോഷത്തോടെയാണ് കൈകൾ വെക്കേണ്ടത്. 10,000 ദൈവം സുഖപ്പെടുത്തിയ പുണ്യഭൂമിയിലാണ് അമ്മയുടെ മധ്യസ്ഥയിൽ നമ്മൾ ആരാധന നടത്തിക്കൊണ്ടിരിക്കണമെന്ന് ഓർത്ത് വേണം കൈകൾ വെക്കാൻ. ചിലർക്ക് ഊട് പൊങ്ങി വരുന്നവരുണ്ട്, ചിലർക്ക് ഹെർണിയ സംബന്ധമായിട്ട് ഉദരം പൊങ്ങി വരുന്നവരുണ്ട്. അവിടെ എല്ലാം കൈവെക്കുക. മക്കളില്ലാത്തവർ അതിൻ്റെ പേരിൽ അടിവയറ്റിൽ കൈവെക്കുക. പീരീഡ്സ് വന്നിട്ട് മാറാതിരിക്കുന്നവരും പീരീഡ്സിൻ്റെ അല്ലാത്ത രക്തസ്രാവ രോഗികളും അടിവയറ്റിൽ ഈശോനാമത്തിൽ കൈവെക്കുക. വൈറ്റ് ഡിസ്ചാർജ് ഉള്ളവരും വെള്ളപ്പൊക്കിൻ്റെ അസുഖമുള്ളവരും ഈശോനാമത്തിൽ അടിവയറ്റിൽ കൈവെക്കുക. നടുവേദനക്കാർ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശോയുടെ നാമത്തിൽ നടുവിൽ കൈവെക്കുക.
നെഞ്ചുവേദനക്കാരും പ്രഷർ രോഗികൾ ഹൃദയഭാഗത്ത് ഈശോനാമത്തിൽ അമ്മയുടെ മധ്യസ്ഥത്തിൽ കൈവയ്ക്കുക. തൈറോയ്ഡ് രോഗികൾ, ടോൺസൈറ്റ് രോഗികൾ, സ്പോണ്ടിലോസിസ് അസുഖമുള്ളവർ കഴുത്തിൽ കൈവയ്ക്കുക ഈശോയുടെ നാമത്തിൽ. കരൾ രോഗികൾ നെഞ്ചിൻ്റെ കൂമ്പിന് കൈവയ്ക്കുക. കിഡ്നി രോഗികൾ നടുവേദനയ്ക്ക് കൈവച്ച സ്ഥലത്ത് തന്നെ ഒരു കൈ പുറകോട്ട് വെച്ച് വെക്കുക. അച്ഛനോട് ചേർന്ന് പറയുക, കർത്താവായ ദൈവമേ, പരിശുദ്ധ അമ്മ അമ്മയുടെ മധ്യസ്ഥതയിലെ ദിവ്യകാരുണ്യത്തിലെ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയുടെ നാമത്തിൽ ഞാൻ രോഗങ്ങളിൽ നിന്ന് പൂർണ്ണമായി സൗഖ്യം പ്രാപിക്കട്ടെ. പരിശുദ്ധ അമ്മ അമ്മയുടെ മധ്യസ്ഥതയിലെ ഈശോയുടെ നാമത്തിൽ ഞാൻ പൂർണ്ണമായി സൗഖ്യം പ്രാപിക്കട്ടെ. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താറയിൽ നടക്കുന്ന ദിവ്യകാരുണ്യ ആരാധനയിലെ ഞാനും അകലങ്ങളിലെ ദൂരങ്ങളിലെ ഞങ്ങളോട് ചേർന്ന് ഈ ആരാധനയില് പങ്കെടുക്കുന്ന എല്ലാ രോഗികളാം യേശുനാമത്തിലെ സൗഖ്യം പ്രാപിക്കട്ടെ. Lord Jesus, power of the Spirit, I command you, the name of Jesus Christ to be healed. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മക്കളെ, തലവേദനയുള്ളവര്, കണ്ണിന് കാഴ്ച മങ്ങുന്നവര്, ഇപ്പം നിങ്ങൾ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അച്ഛൻ പറയുന്ന രോഗങ്ങൾ കുഞ്ഞുങ്ങൾക്കുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുടെ ആ രോഗസ്ഥലത്ത് മാതാപിതാക്കന്മാർ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. എപ്പോഴും എൻ്റെ മക്കൾ അറിയണം, ഇങ്ങനെ സുഖപ്പെടുമ്പോൾ നമുക്ക് ലക്ഷക്കണക്കിന് രൂപയും അതുപോലെ തന്നെ സമയവും നഷ്ടവും എല്ലാം പരിഹരിച്ച് സമാധാനമാണ് നൽകണത് ദൈവം. അപ്പോൾ ദൈവത്തിന് പ്രതിനന്ദിയായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് പ്രകൃതി മാറ്റമാണ്. പ്രകൃതി മാറ്റം എന്ന് വെച്ചാൽ അസൂയ, പക, പരദൂഷണം, ചതി, അഹങ്കാരം, മുൻകോപം, കലഹം, മദ്യപാനം, പാപബന്ധനങ്ങൾ ഇതെല്ലാം ഒഴിവാക്കി കർത്താവിൻ്റെ കൃപ നിറയണ രീതിയിലേക്ക് ഞാൻ സുവിശേഷത്തിൻ്റെ മഹാസാക്ഷിയായി ജീവിച്ചു കൊള്ളാമെന്ന് പ്രതിജ്ഞ ചെയ്യണം. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എന്നെ സുഖപ്പെടുത്തണമേ. ഞാൻ ദൈവ പൈതലായി ദൈവമഹത്വത്തിനായി സമൂഹത്തിൽ പ്രവർത്തിച്ചു കൊള്ളാം. ശ്രുതികട ഹല്ലേലൂയ. ലോർഡ് ജീസസ്, മകളെ, വിവാഹം ഒത്തുവരാത്തവര്, ഇപ്പം 40 വയസ്സായിട്ട് വിവാഹം ഒത്തിട്ടില്ല. അപ്പം അങ്ങനെയുള്ളവരൊക്കെ ഒക്കട്ടെന്ന് പറഞ്ഞാണല്ല പ്രാർത്ഥിക്കേണ്ടത്. ഈ സ്ഥലം വേറെ ഒരു സ്ഥലമാണ്. അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷ ഇടത്തിലാണ് നീ പ്രാർത്ഥിക്കുന്നത്. ഒക്കെ പോകേണ്ട കാര്യമില്ല. ഇപ്പം ഞാൻ പറഞ്ഞു 40 വയസ്സാണ്. 40 40 ആണെങ്കിലും
അതിൻ്റെ താഴെയുള്ളതെല്ലാം അണ്ടർസ്റ്റുഡ് അല്ലേ? അപ്പം അതുകൊണ്ട് എൻ്റെ മക്കൾ സന്തോഷമായിട്ട് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുക, ഒരു ജീവിത പങ്കാളിയെ കിട്ടാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുക. നിൻ്റെ ലൈഫ് സിറ്റുവേഷൻ എന്തായാലും നീ ആഗ്രഹിക്കുക. നീ ദൈവത്തെ ഒന്നും പറഞ്ഞ് പഠിപ്പിക്കാൻ മെനക്കെടേണ്ട കാര്യമില്ല. നിൻ്റെ അവസ്ഥ കർത്താവിനറിയാം. ചിലപ്പോൾ ഇത് ചെയ്തു തരാനുള്ള ഒരു യോഗ്യത നിനക്കുണ്ടാവത്തില്ല. അപ്പം നീ പറയണം, എൻ്റെ യോഗ്യത കുറവ് എനിക്കറിയാം, ഞാൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെ യോഗ്യത വെച്ചല്ല, നീ എനിക്ക് വേണ്ടി മരിച്ച രക്തത്തിൻ്റെ യോഗ്യതയിലാണെന്ന് പറയണം. കർത്താവിനോട് പറയണമെങ്കിൽ പഠിച്ച് പറയണം. അതിനാണ് നമ്മൾ ബൈബിൾ പഠിക്കുന്നത്. എന്തിനാണ്? കർത്താവിനോട് പറയാൻ പഠിക്കുകയാണ്. എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് യോഗ്യത ഉണ്ടാകില്ല. പക്ഷെ ബൈബിളിൽ ഒത്തിരിയേറെ പ്രൊവിഷൻസ് ഉണ്ട്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നിൻ്റെ കഴിവല്ല, എൻ്റെ കൃപ. അപ്പോൾ ആ കൃപ അവൻ നേടിയെടുത്ത പീഡാസഹനത്തെയാണ്. ആ പീഡാസഹനത്തെ നീ മാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ അവൻ്റെ കൃപ നീ അവകാശപ്പെടുത്തും. മക്കളില്ലാത്തവരും നിങ്ങൾക്കതിൽ വലിയ സങ്കടമുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇപ്പം നമ്മൾ ചില കുഞ്ഞുങ്ങളോടൊക്കെ ആൻറ്റിയുടെ മക്കളോ അല്ലെങ്കിൽ ചേട്ടത്തിയുടെ മക്കളോടൊക്കെ ഓരോ കാര്യം ചെയ്യാൻ പറയുമ്പോൾ അവർ ചെയ്യത്തില്ല. ഞാൻ മറന്നുപോയെന്ന് അല്ലെങ്കിൽ ഇപ്പം പറ്റത്തില്ലെന്ന് പറയുമ്പോൾ നീ മനസ്സിൽ വിചാരിക്കും, ഓ നിനക്കൊരു കുഞ്ഞുണ്ടായിച്ചെങ്കിൽ മറ്റുള്ളവരുടെ കുഞ്ഞിൻ്റെ കാലെ പിടിക്കേണ്ട കാര്യമില്ല എന്നല്ലാന്ന് പറയുമ്പോൾ നിനക്ക് നെടുവീർപ്പിടും. നീ നെടുവീർപ്പിടുന്നത് നിൻ്റെ ജീവിക്കണ ദൈവത്തിൻ്റെ മുമ്പിലാണ് നെടുവീർപ്പിടേണ്ടത്, നാട്ടുകാരുടെ മുമ്പിലല്ല. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. Lord Jesus, power of the Spirit, I command you, in the name of Jesus Christ, to be healed. നമ്മുടെ വിലയും നിലയും പോയി, മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മുടെ പിടിപാട് പോയി, നമ്മുടെ സ്വാധീനം പോയി, സ്വന്തം കുടുംബത്തിൽ പോലും നമുക്ക്, മക്കളുടെ മുമ്പിൽ പോലും നമുക്കൊരു വില പോയി. ഇതൊക്കെ നിനക്ക് മാറും. പക്ഷേ ഈ ഒരു കാലം നീ എളിമപ്പെടാൻ വേണ്ടിയാണ്. ഇപ്പം നിൻ്റെ മക്കളുടെ മുമ്പിൽ അവരുടെ എക്സ്കർഷന് എക്സിബിഷന് ഒന്നും കാശ് കൊടുക്കാൻ നിൻ്റെ ഇല്ല. അപ്പം അവർ നിൻ്റെ ബന്ധുക്കളുടെ നിന്ന് കാശ് വാങ്ങിക്കണമെന്ന് വിചാരിച്ചോ? അപ്പം നീ ഒരു കാര്യത്തിനും അവരെ ആശ്രയിക്കാത്ത ആളായിരിക്കണം. അപ്പം നിൻ്റെ മക്കൾ പോയി അവരെ ആശ്രയിക്കുമ്പോൾ അവർ ചിലപ്പോൾ നിന്നെ കുത്തി സംസാരിക്കുമ്പോൾ മക്കളത് കേൾക്കേണ്ടി വരും. എന്നാലും മക്കൾ പൊട്ടന്മാരായത് കാരണം അപ്പം തോന്നിവാസം അളിയൻ പറയണം കേട്ട് അവർ അത് അംഗീകരിച്ച് പോരും. ഇതൊക്കെ കേൾക്കുമ്പോൾ നിനക്ക് വല്ലാത്ത വിഷമം തോന്നും. പക്ഷേ ഇത് നീ എളിമപ്പെടാനുള്ള ഒരു അവസരമാണ്. കർത്താവേ, ഞാൻ ചോദിക്കാനും പറയാനും വിഷമിക്കാനും പോണില്ല. നീ തുണിയില്ലാണ്ട് കുരിശിൽ കിടന്ന് എന്നെ രക്ഷിച്ച ആ നിൻ്റെ മനോഭാവം സ്വീകരിക്കാൻ വേണ്ടി നീ എന്നെ വഴി നടത്തതിനെ ഓർത്ത് നന്ദി പറയണം. നിരാശയല്ല, നന്ദിയാണ് വേണ്ടത്. എന്തെങ്കിലും കയ്യിൽ നിന്ന് വിട്ടുപോയി മറ്റുള്ളവർ നിന്നെ കൊച്ചാക്കുമ്പോൾ നിനക്ക് നിരാശയല്ല വേണ്ടത്. കർത്താവിൻ്റെ പീഡാനുഭവത്തോട് ചേർത്ത് വെച്ചതിന് നന്ദി വേണം. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. Lord Jesus, pour out your Spirit, touch with your fire fingers, soak with the precious blood. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് വരുമാന മാർഗങ്ങൾ മുട്ടിപ്പോയവർ, കടകമ്പളങ്ങ ചെയ്യണ ആൾക്കാരില്ലേ? അപ്പോൾ വേറെ നമ്മളെക്കാൾ കൂടുതൽ കാശുള്ളവർ കൊണ്ടുവന്ന് നമ്മുടെ അടുത്ത് അതിനേക്കാൾ വലിയ കടകളൊക്കെ കെട്ടുമ്പോൾ
അവർ ഹോൾസെയിൽ എടുക്കുന്ന സ്ഥലം കുറച്ചുകൂടി എളുപ്പത്തിൽ കിട്ടണമെങ്കിൽ വില കുറച്ച് കൊടുക്കും അവർ. അപ്പം നാട്ടുകാരെല്ലാം അവരുടെ അടുത്ത് പോകും. അപ്പം നമ്മുടെ കട പൂട്ടിപ്പോകും. നമ്മളെക്കാൾ നല്ല ലാബ് പുതിയ ടെക്നിക്കൽ ഇൻസ്ട്രുമെൻസോട് കൂടി അടുത്ത് കൊണ്ടുവന്നിടുമ്പോൾ കസ്റ്റമേഴ്സ് അങ്ങോട്ട് പോകും. നമ്മളെക്കാൾ നല്ല ബ്യൂട്ടി പാർലർ കൂടുതൽ സെറ്റോട് കൂടി കൊണ്ടുവന്ന് നമ്മുടെ നാട്ടിലിടുമ്പോൾ നിനക്ക് വരുമാന മാർഗം മുട്ടിപ്പോവും. അപ്പോൾ നിൻ്റെ മനസ്സിലുണ്ടാവേണ്ടത് അവരോട് വൈരാഗ്യം, പരിഭവം, സങ്കടം, നീരസം അങ്ങനെയുള്ള പ്രതിലോമ വികാരങ്ങളുണ്ടാകും. പക്ഷേ നീ മനസ്സിൽ പറയണം, കർത്താവ് മുട്ടിക്കാതെ ആർക്കും എന്നെ മുട്ടിക്കാൻ പറ്റത്തില്ല എന്ന് മനസ്സിൽ പറയണം. എന്നിട്ട് എല്ലാവരോടും നമ്മൾ സ്നേഹമായിട്ട് പെരുമാറും. ഒന്ന് പറഞ്ഞേ, കർത്താവ് മുട്ടിക്കാതെ ആർക്കും എന്നെ മുട്ടിക്കാൻ പറ്റത്തില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. മരണത്തിൻ്റെ ഇരുൾ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നത്. എങ്കിലും അവിടുത്തെ ചെങ്കോലും തിണ്ണം എനിക്ക് അഭയം നൽകുന്നു. ശ്രുതികടെ ഹല്ലേലൂയ. Lord Jesus, pour out the Spirit. പരമദിവ്യകാരുണ്യത്തിന് നൈപുണ്യ പരീക്ഷകളാണ്, യോഗ്യതാ പരീക്ഷകളാണ്, ടെസ്റ്റ്, ഇൻ്റർവ്യൂ. ചിലപ്പോൾ നീ ടെസ്റ്റ് എഴുതാൻ പോകുമ്പോഴും ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും അവിടെ ക്യൂ നിൽക്കുന്ന ആൾക്കാരെ കണ്ട് നീ പേടിച്ചു പോകും. അപ്പോൾ 5 പേര് വേണം, 5000 പേര് ക്യൂവിലുണ്ട്. അപ്പം നിനക്ക് സങ്കടം വരും. ഇതായിരുന്നു ഈ ജോലിയുടെ അവസ്ഥയെങ്കിൽ പിന്നെ ഞാൻ എന്നത്തിനാ ഇത്രയും പ്രവർത്തിച്ചത്, എനിക്ക് അത്രയും എക്സ്പീരിയൻസും ഇല്ലെന്ന് നീ പറയും. അപ്പം കർത്താവ് നിന്നോട് പറയും, നീ ഇതിനു വേണ്ടി ട്രൈ ചെയ്യൂ. ഈ ലോകത്തുള്ള ജോലിയെല്ലാം എൻ്റെതാ. അടുത്ത ജോലി നിനക്ക് തരാൻ വേണ്ടി ഞാൻ ഇപ്പം തന്നെ നിന്നെ പ്രാർത്ഥിച്ച് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചിരിക്കുന്നത് ഈ ജോലിക്ക് വേണ്ടി ആയിരിക്കത്തില്ല ദൈവം ഉദ്ദേശിക്കുന്നത്. പിന്നത്തെ ജോലിക്ക് വേണ്ടിയായിരിക്കും ചിലപ്പോൾ നിന്നെ ഈ സമയം പോലെ തന്നെ പ്രാർത്ഥിച്ചൊരുക്കിയിരിക്കുന്നു. അപ്പോൾ ദൈവവേദന ഒരിക്കലും വേദനിക്കുകയൊന്നും ചെയ്യരുത്, മണ്ടത്തരമാണത്. എപ്പോഴും അച്ഛൻ്റെ യൂട്യൂബിൽ നിന്ന് പറ്റണൊക്കെ കേട്ടുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ നിനക്ക് ഇടയ്ക്കൊക്കെ നമ്മുടെ ധ്യാനത്തിൻ്റെ ഒരു പ്രത്യേകത അറിയാവില്ല. നമ്മുടെ ധ്യാനത്തിൽ നമ്മൾ ജീവിത വിഷയങ്ങൾ മാത്രമേ നമ്മൾ കൈകാര്യം ചെയ്യുക. അതിനുള്ള കാരിസമാണ് നമുക്ക് കർത്താവ് തന്നത്. ഓരോ ധ്യാന കേന്ദ്രത്തിനും ഓരോ തരം കാരിസംസാണുള്ളത്. നമുക്ക് ജീവിത വിഷയങ്ങളാണ്, ജീവിത വിഷയങ്ങളിൽ നിന്ന് വിശുദ്ധിയിലേക്ക്. അതാണ് നമ്മളുടെ ധ്യാനകേന്ദ്രത്തിൻ്റെ രീതികൾ. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കർത്താവ് നിങ്ങൾക്ക് ഒരു നിലനിൽപ്പിൻ്റെ വരമാണ് തരണത്. കർത്താവ് നിങ്ങളെ താങ്ങിയെടുക്കണവരെ നിലനിന്ന് പോകാനുള്ള കൃപയാണ് ആരാധനയിൽ തരണത്. അതുകൊണ്ടാണ് നിങ്ങൾ ഇടയ്ക്ക് നിരാശപ്പെടരുത്, സങ്കടപ്പെടരുത്, നിങ്ങളുടെ പ്രകൃതി മാറ്റം ഉണ്ടാകരുതെന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം അതാണ്. കർത്താവ് മണവാളം വരുമ്പോൾ എണ്ണ കയ്യിൽ ഉണ്ടാകണം. അതാണ് അച്ഛൻ എപ്പോഴും നോക്കണത്. എപ്പോഴായാലും മണവാളം വരും ഉറപ്പായിട്ടും, ഇല്ലേ? എപ്പോഴായാലും നമുക്ക് അനുഗ്രഹം കിട്ടും, എപ്പോഴായാലും നമുക്ക് ജോലി കിട്ടും, എപ്പോഴായാലും നമുക്ക് കൊച്ചുണ്ടാവും, എപ്പോഴായാലും നമുക്ക് കല്യാണം കഴിക്കും, എപ്പോഴായാലും നമ്മുടെ രോഗം സുഖപ്പെടും, എപ്പോഴായാലും മണവാളം വരും. മണവാളം വരണം അത്രയും സമയം നമ്മുടെ കയ്യിൽ എന്തുണ്ടാകണം? അപ്പോൾ ബുദ്ധിയുള്ള കന്യകമാരാകാൻ വേണ്ടി ദൈവസ്നേഹത്തിൻ്റെ എണ്ണ, വിശ്വാസത്തിൻ്റെ എണ്ണ, പ്രത്യാശയുടെ എണ്ണ ഉണ്ടാകാനാണ് അച്ഛനിലൂടെ ഈശോ നിങ്ങളെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. Lord Jesus, pour out your Spirit. പരമദിവ്യകാരുണ്യത്തിന് റവന്യൂ സൊല്യൂഷൻസിനെ പ്രാർത്ഥിക്കാൻ പോയ റവന്യൂ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥലം അളവ് നടത്താത്ത
ചിലർ അളവ് നടത്താൻ സമ്മതിക്കത്തില്ലല്ലോ. അപ്പോൾ അത് പൊക്കോരോ ചെയ്യാൻ പറ്റാത്ത വിഷമം ഉണ്ടാവും. ലോൺ കിട്ടത്തില്ല, വീട് വെക്കാൻ പറ്റത്തില്ല, പല പ്രശ്നങ്ങളാണ്. പഞ്ചായത്തിലും കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റിയും കൊടുത്തിരിക്കുന്ന പേപ്പറുകൾ, ഫയലുകൾ അവർ പല കീറാമുട്ടികൾ പറഞ്ഞ് പാസ്സാക്കാതെ വെച്ചിരിക്കുന്ന ബില്ലുകൾ, ഫയലുകൾ ഒക്കെ സമർപ്പിക്കേണ്ട സമയമാണ്. വഴിയില്ലാത്ത അവസ്ഥ, വേസ്റ്റ് വാട്ടർ ഒഴുകിപ്പോകാൻ പറ്റാത്ത അവസ്ഥകൾ, അതിൻ്റെ പേരിൽ നീ അനുഭവിക്കുന്ന വിഷയം, ഒരു വാഹനം കയറി ചെല്ലാൻ പറ്റാത്ത, ഒരു സ്കൂട്ടർ പോലും മുട്ടാതെയും തട്ടാതെയും അകത്തോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥകൾ, അതെല്ലാം കർത്താവിന് സമർപ്പിക്കുക. കണ്ടാൽ കടിച്ചു തീരാൻ വരുന്ന ബന്ധുക്കൾ, അയൽവാസികൾ, സമാധാനം നഷ്ടപ്പെടുന്ന അവസ്ഥ എല്ലാം കണ്ണീരോടെ സമർപ്പിക്കുക. ശ്രദ്ധിക്കട്ടെ. Lord Jesus, pour out His Spirit, the fire finger, soak with the precious blood, let it infuse His spirit of power and grace. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇപ്പോഴും ശരീരം ഇങ്ങനെ മുഴച്ച് വരുന്ന ഭാഗങ്ങൾ, പ്രത്യേകിച്ച് തുടയുടെ ഉൾത്തുടകൾ, മുട്ടിൻ്റെ മുകളിൽ ഉൾമുട്ടുകൾ, നമ്മൾ കാല് കൂട്ടി വെക്കുമ്പോൾ അകത്ത് കാണുന്ന ഭാഗങ്ങൾ, മുഴച്ചു വരുന്ന ഭാഗങ്ങളെ കർത്താവ് സുഖപ്പെടുന്നതായിട്ട് സന്ദേശമുണ്ട്. ശ്രുതികടലിയ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ശരീരം മുഴുവൻ ഇങ്ങനെ പലതരത്തിലുള്ള അലർജികൾ, ചിരങ്ങുകൾ, ചൊറികൾ, പൊട്ടി ഇരിക്കുന്ന ഒരു കുരുക്കൾ, ശരീരത്തിൻ്റെ സൗഷ്ഠവം, മിനുസം, മാർദ്ദമൊക്കെ നഷ്ടപ്പെട്ടിട്ട് ഹാർഡാകുന്ന സ്കിന്ന്, വാതരോഗങ്ങൾ, അവിടെ എല്ലാം അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കർത്താവായ ദൈവമേ, അങ്ങയുടെ വിശുദ്ധ രക്തം ത്വക്ക് രോഗികളിലെല്ലാം, വാതരോഗികളിലും ഇപ്പോൾ സ്പർശിക്കണമേ, ഇപ്പോൾ ഒഴുക്കണമേ. യേശുനാമത്തിലെ മാരകരോഗങ്ങള്, തീരാവ്യാധികള് സൗഖ്യമാകട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരത്തെ വസ്തുക്കൾ എടുക്കുക. സമാപനാശീർവാദം. പത്രം വാങ്ങാത്തവരെ പത്രം വാങ്ങിച്ചുകൊണ്ട് പോകണം. പത്രപ്രേക്ഷിത പ്രവർത്തനം ഉടമ്പടിയുടെ ഭാഗമാണ്. നിങ്ങളുടെ മറ്റ് വിഷയങ്ങളെല്ലാം നിങ്ങൾ ഉപവസിച്ചോ, ദാനധർമ്മം ചെയ്തോ, ഉപവിപ്രവർത്തനം നടത്തിയോ എന്നൊക്കെ ഞങ്ങൾ തീരുമാനിക്കുന്നത് ഏറ്റവും എളുപ്പമായ പത്രം വാങ്ങിച്ച് കൊടുത്തോ എന്നാണ് നോക്കിയിട്ടാണ്. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റതെല്ലാം ചെയ്തതെന്ന് മനസ്സിലാക്കുക. ഈസി ആയിട്ടുള്ള അതുപോലും ചെയ്തിട്ടില്ലെങ്കിൽ മറ്റതൊക്കെ ഉഴപ്പിയത് കൊണ്ടാണ് പലർക്കും ഉടമ്പടി പുതുക്കി തരാത്തത്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഉടമ്പടി പുതുക്കുന്നത് ഒരു ഭയങ്കര സീരിയസ് വിഷയമാണ്. ഉടമ്പടി പുതുക്കിയ പിന്നെ നമ്മൾ ഉടമ്പടി എടുത്തതിനേക്കാൾ സ്പീഡായിട്ടാണ് വിശുദ്ധിയും അതുപോലെ തന്നെ സൗഖ്യവും വിടുതലും ലഭിക്കേണ്ടത്. ഉടമ്പടി എവിടെ ഉഴപ്പിട്ടാണ് നിങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകളുള്ളത്. ഉടമ്പടി 3 മാസത്തേക്കാണ്. അത് കണ്ടിന്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലാണ് നിങ്ങൾ ഉടമ്പടി പുതുക്കേണ്ടി വരണത്. പക്ഷെ പുതുക്കുന്നവർക്ക് മാത്രമാണ് ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കൾ കിട്ടുക. കാരണം ചില ആൾക്കാരൊക്കെ ഒരു കൊല്ലം മുഴുവനും പ്രാർത്ഥനയ്ക്ക് വരാതിരുന്നിട്ട്
ഉടമ്പടി നേർച്ച വസ്തു എടുക്കാൻ വേണ്ടി വരുന്നുണ്ട്. കിട്ടത്തില്ല. കാര്യം ഉടമ്പടിയിൽ ഇരിക്കുന്നവർക്കുള്ളതാണ് ഉടമ്പടി നേർച്ച വസ്തുക്കൾ. അപ്പം അതുകൊണ്ട് അതിനെ ആരും നിങ്ങൾ അതായത് ഒരു പ്രാർത്ഥന ഒരു മാസം ഇവിടെ വന്ന് കൂടണം. 6 പ്രാർത്ഥനയാണ് നിങ്ങൾ കൂടേണ്ടത്. കാര്യം 6 കാര്യങ്ങളാണ് ഉടമ്പടി വെച്ചിരിക്കുന്നത്. സാമ്പത്തിക പ്രശ്നങ്ങളുള്ളത് കൊണ്ട് ആൾക്കാരുടെ സമയം നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ 5 പ്രാർത്ഥനയും വീട്ടിൽ കൂടിയാൽ മതി എന്ന് പറയണത്. ഒരു പ്രാർത്ഥനയാണ് മാസം ഇവിടെ വരേണ്ടത്. അപ്പം 5 പ്രാർത്ഥനയിൽ 2 പ്രാർത്ഥന ഷാലോൺ ടി വിയിലും ഗുഡ്നസ് ടി വിയിലും കൂടണം. ബാക്കി 3 പ്രാർത്ഥനയാണ്. 3 പ്രാർത്ഥനയാണ് നമ്മൾ യൂട്യൂബിൽ കൂടുന്നത്. യൂട്യൂബിലും ഫേസ്ബുക്കിലും. അപ്പോൾ ഫേസ്ബുക്ക് യൂട്യൂബും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് സന്ധ്യയ്ക്കുള്ളിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അത് സുവിശേഷ പ്രവർത്തനത്തിൻ്റെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഈ വിഷയത്തിൽ ലാവിഷായിട്ട് ചെയ്യണം. കാര്യം ഇവിടുന്ന് തരുന്ന സാക്ഷ്യങ്ങൾ കർത്താവും നമ്മുടെ പൊതുപ്രാർത്ഥനയുടെ ഫലമായിട്ട് തരുന്ന ദൈവാനുഗ്രഹങ്ങളാണ്. അപ്പം തന്നെ ഷെയർ ചെയ്യണം. നിങ്ങൾ മാത്രം കണ്ടാൽ പോരാ, മറ്റുള്ളവർക്ക് ആ പ്രഭാഷണവും സന്ദേശവും കൊടുത്തു വിടണം. അതാണ് നമ്മൾ പകർച്ച കൊടുക്കുന്നത്. അതിനാണ് നമ്മൾ ഷെയർ ചെയ്യണമെന്ന് പറയണത്. ഇപ്പം യൂട്യൂബ് സബ്സ്ക്രിപ്ഷൻ ഉള്ളവർ, ഫേസ്ബുക്ക് സബ്സ്ക്രിപ്ഷൻ ഉള്ളവരെല്ലാവരും മറ്റുള്ളവരെ കർത്താവിനെ അറിയാത്തവരെ അറിയിക്കണം. അറിഞ്ഞവരെ ആഴപ്പെടുത്താൻ വേണ്ടിയാണ് ഷെയർ ചെയ്യണത്. പത്രം വാങ്ങിക്കണതും അങ്ങനെ തന്നെയാണ്. പത്രം വാങ്ങിച്ച് നമ്മൾ പ്രാർത്ഥനാപൂർവം കർത്താവിനെ അറിയാത്തവർക്കും അറിഞ്ഞവർക്കും പ്രാർത്ഥനാപൂർവം വിതരണം ചെയ്യണം. പത്രത്തിൻ്റെ എണ്ണം വാങ്ങിക്കേണ്ടതൊക്കെ ഇപ്പോൾ കുറച്ചിട്ടിരിക്കണത് വളരെ പാവപ്പെട്ടവർക്കും അത് ചെയ്യാൻ വേണ്ടിയാണ്. പക്ഷേ പണവും നിലയുമുള്ള ആൾക്കാർ, സൗകര്യമുള്ളവർ അതുപോലെ പത്രം വാങ്ങിച്ച് വിതരണം ചെയ്യും. കാര്യം ഏറ്റവും ശക്തമായ പ്രേക്ഷിത പ്രവർത്തനം പത്രപ്രവർത്തനം തന്നെയാണ്. അതുകൊണ്ടാണ് അതിന് ഒത്തിരി കൃപ നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ ചിലരൊക്കെ 16,000 രൂപയുടെ പത്രമൊക്കെയാണ് വാങ്ങിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. അവിടെ ഓണം ബോണസ് മൊത്തം ഞങ്ങൾ കൊടുത്തില്ല. കാര്യം അങ്ങനെ ബൾക്കായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ വിതരണത്തിൽ ഉഴപ്പമെന്ന് വിചാരിച്ചുകൊണ്ടാണ് കൊടുക്കാത്തത്. അപ്പോൾ കുറേശ്ശെ വാങ്ങിച്ച് വിതരണം ചെയ്യുക. എവിടെയെങ്കിലും കൊണ്ട് കൂട്ടിയിടരുത്. കാര്യം നമുക്ക് ഉറപ്പ് വരുത്തണം, നിങ്ങൾ കാരണം 10 മനുഷ്യർ ഈശോനെ അറിയാൻ ഇടയാകണം. 2019 ഈ വർഷം ഒക്ടോബർ 26-ാം തീയതി നമ്മൾ നേരത്തെ ബ്ലോക്ക് ചെയ്ത ജപമാല റാലി അമ്മമാതാവിൻ്റെ. അപ്പം എല്ലാവരും ജപമാല റാലിക്ക് വരണം. മറ്റുള്ളവർ വണ്ടി ഉള്ളവർ, വണ്ടി ലീഡേഴ്സ് ആകാൻ ആഗ്രഹിക്കുന്നവരും മാതാവിന് വേണ്ടി ആൾക്കാരെ പങ്കെടുപ്പിക്കണം. നേരത്തെ കൂട്ടി വർക്ക് ചെയ്യണം. എന്നിട്ട് 26-ാം തീയതിക്ക് വേണ്ടി നീ ഉടമ്പടി വെച്ചിരിക്കുന്ന അത്രയും വിഷയങ്ങൾ ജപമാല റാലിക്കും കൂടി ഇപ്പം തന്നെ നിയോഗം വെക്കണം. കാര്യം ജപമാല റാലിക്ക് നമ്മൾ 5 ലക്ഷം ജപമാലയാണ് പ്രാർത്ഥിക്കുന്നത് ഒറ്റ ബ്ലോക്കിൽ. നമ്മളൊരു ഫാമിലി പ്രെയറിൽ എങ്ങനെയായാലും 4 പേര് 5 പേരെ കാണത്തുള്ളൂ. ഇതെന്ന് പറയുന്നത് 50,000 പേരാണ്. അപ്പം അത്രയും ജപമാല നമ്മുടെ ഓഹരിയായിട്ട് വരികയാണ്. അപ്പം അത് മിഷൻസിന് വേണ്ടിയും രാജ്യത്തിന് വേണ്ടിയും രാജ്യസമാധാനം, പിന്നെ നമ്മുടെ കുറ്റകൃത്യങ്ങളൊക്കെ കുറയണം. കുറ്റകൃത്യങ്ങൾ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് പലപ്പോഴും മാധ്യമങ്ങളാണ്. അതുകൊണ്ട് വരുന്നൊരു വിഷയം ഇതിങ്ങനെ ഉണ്ടെങ്കിലും ഇത് കൂടുന്നതല്ലാതെ കുറയണില്ല. അവർക്ക് ചർച്ച ചെയ്യാനും അതിൻ്റെ ഓരോ വശങ്ങൾ കണ്ടുപിടിക്കാനും സഹായകരമാണെന്നല്ലാതെ വേറെ ഒരു
കുടുംബത്തിനും സമൂഹത്തിനും അസമാധാനം, അരക്ഷിതാവസ്ഥ കൂടുകയാണ്. സെക്സും ക്രൈമും അതിൻ്റെ പ്രചാരം ഒരു ഫലമാണ് സമൂഹത്തിൽ ഉണ്ടാക്കുന്നത്, അരാജകത്വം. സെക്സും ക്രൈമും ആണ് പലപ്പോഴും മാർക്കറ്റ് ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ കാശുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നവരെല്ലാം ആ രണ്ട് കാര്യങ്ങൾ എടുക്കുക. അപ്പോൾ അവർക്ക് ആഹാരം കിട്ടണമെന്നല്ലാതെ സമൂഹത്തിൻ്റെ പൊതു ആരോഗ്യം നഷ്ടപ്പെടുകയും അരാജകത്വം വർദ്ധിക്കുകയും സമാധാനം നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രവണതകൾ പരിശുദ്ധ അമ്മ പാമ്പിൻ്റെ തലയ്ക്ക് ചവിട്ടിയിരുത്തി പൈശാചിക അധികാരത്തെ നിർവീര്യമാക്കാൻ ദൈവം അധികാരം കൊടുത്ത ആളിൻ്റെ അടുത്താണ് നമ്മൾ ലക്ഷക്കണക്കിന് മനുഷ്യർ ഒരുമിച്ച് കൂടി ജപമാല ചെല്ലണത്. ഇതിന് വലിയ ഫലമാണുള്ളത്. നാടരാജകത്വത്തിലേക്ക് നീങ്ങുമ്പോൾ വിശ്വാസിയാണ് അതിനെ പ്രതിരോധിക്കണം. വേറെ ആർക്കും പ്രതിരോധിക്കാൻ കഴിയത്തില്ല. എല്ലാ കഥകളും വല്ല കഥകളും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും ഇത് വെച്ചുകൊണ്ട് ഇനി ഡിപ്പാർട്ട്മെൻറ്റുകളുമൊക്കെ ഓരോരോ അഭ്യാസം കാണിക്കും. അതെല്ലാം അവരവരുടെ പ്രൊമോഷന് വേണ്ടി സഹായിക്കണമെന്നല്ലാതെ നാടിൻ്റെ നന്മയൊന്നും ഉണ്ടാകത്തില്ല. വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം നാടിൻ്റെ നന്മയാണ് സമാധാനത്തിൻ്റെ വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്ക് ബോധപൂർവം നമ്മൾ ശ്രമിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമാണ്. കൃപാസനത്തിൽ എത്തിച്ചേരാൻ പറ്റാത്ത സഹോദരങ്ങളും, പിന്നെ ഇന്ന് ബ്രദർ പറഞ്ഞ പോലെ എമർജൻസി നീഡ് എന്തെങ്കിലും ഉണ്ടാകുകയാണെങ്കിൽ നിങ്ങളുടെ ലൈറ്റ് ക്യാൻഡലിൽ പേർ റിക്വസ്റ്റ് ഇട്ടേക്കണം. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 1 കോടി ജപമാല നമ്മൾ പ്രാർത്ഥിച്ചിട്ടുള്ളതാണ്. കാര്യം ഞങ്ങൾ 2001 മുതലാണ് റാലി തുടങ്ങിയത്. 2001 മുതൽ ഇന്ന് വരെ കോടിക്കണക്കിന് ജപമാല പ്രാർത്ഥിച്ചൊരു ധ്യാനകേന്ദ്രമാണിത്. അപ്പം അതിൻ്റെ ആസ്തി അതാണ്. അപ്പം അതുകൊണ്ട് എൻ്റെ മക്കൾ അച്ഛൻ അറിഞ്ഞാലും അറിയണതൊന്നും പ്രശ്നമല്ല, അമ്മയെല്ലാം കൃത്യമായിട്ട് അറിയുന്നുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായാൽ അപ്പം തന്നെ നിങ്ങൾക്കറിയാൻ പാടില്ലെങ്കിൽ അറിയാവുന്ന കുഞ്ഞുങ്ങളോട് പറഞ്ഞിട്ട് ലൈറ്റേക്ക് അതിൻ്റെ പേർ റിക്വസ്റ്റ് ചെയ്യും. നമുക്ക് ദൈവം തന്ന ഏറ്റവും വലിയൊരു വിടുതൽ മാർഗ്ഗമാണത്. അതിൻ്റെ ആസ്തി അതാണത്. കോടിക്കണക്കിന് ജപമാലയാണ് നമ്മൾ നിക്ഷേപിച്ചിരിക്കുന്നത് ലൈറ്റേക്ക് അതിൻ്റെ പേർ റിക്വസ്റ്റിന്. ഓൺലൈനിൽ കമ്പ്യൂട്ടറിൽ മാതാവിൻ്റെ അടുത്ത് തിരികെ എത്തിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്ന എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകും. പിന്നെ നമ്മളുടെ ഒരു സിറ്റുവേഷൻ ഇതാണ്, നിങ്ങൾ കണ്ടില്ലേ, ഇരിക്കാനും പറ്റില്ല, നിൽക്കാനും പറ്റത്തില്ല. അപ്പോൾ നമുക്ക് സ്ഥലം വാങ്ങിക്കണം. സ്ഥലം വാങ്ങിച്ചൊരു ധ്യാനം അങ്ങോട്ട് മാറ്റണം. അപ്പോൾ ആർക്കെങ്കിലും സ്ഥലം വാങ്ങിച്ച് തരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മാതാവിനോട് നേർച്ച നേരാവുന്നതാണ്. 1/2 സെൻറ്റായാലും 1 സെൻറ്റായാലും. അത് നിങ്ങൾ അമ്മയുമായിട്ട് ആ വിഷയത്തിൽ നിങ്ങൾക്ക് പറ്റുമ്പോൾ അങ്ങനെ ഒരു കാര്യം ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഈ ഉടമ്പടി പ്രാർത്ഥന നമുക്ക് ഇവിടുന്ന് മാറ്റാൻ പറ്റത്തില്ല, പക്ഷെ ധ്യാനം മാറ്റാൻ പറ്റും. ഇപ്പോൾ ഇന്നലെയൊക്കെ മഴ പെയ്തായിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ ഉടമ്പടി പ്രാർത്ഥന അമ്മ പ്രത്യക്ഷപ്പെട്ട ഇടത്തായതുകൊണ്ട് ഇവിടുന്ന് ഒരിക്കലും ലോകത്തൊരു സ്ഥലത്തേക്ക് മാറ്റാൻ പറ്റത്തില്ല. ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് അവിടുത്തെ നമ്മുടെ പ്രാർത്ഥന കൂട്ടായ്മയൊക്കെ ആവശ്യപ്പെട്ടെങ്കിലും എനിക്കൊരു മെസ്സേജ് കിട്ടണില്ലായിരുന്നു ഉടമ്പടി പ്രാർത്ഥന ചേഞ്ച് ചെയ്യാൻ വേണ്ടി. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ അകത്ത് റിലക്റ്റൻ്റായിട്ട്. പക്ഷേ പറഞ്ഞു നമുക്ക് ഹൈദരാബാദിലും പല സ്ഥലങ്ങളിലും കൃപാസനത്തിൻ്റെ കൂട്ടായ്മയില്ലേ, അവിടെയൊക്കെ പോയി ഉടമ്പടി പ്രാർത്ഥന തുടങ്ങാമെന്ന് പറഞ്ഞെങ്കിലും അമ്മ പ്രത്യക്ഷപ്പെട്ട ഇവിടെ ആയത് കാരണം നമുക്ക് ഇവിടുന്ന് മാറ്റാൻ ഇതുവരെയ്ക്ക് മെസ്സേജ് ആകാത്തത് കൊണ്ടാണ് അച്ഛൻ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഉടമ്പടി പ്രാർത്ഥന ഇവിടുന്ന് മാറത്തില്ല, പക്ഷേ ധ്യാന സ്ഥലം നമുക്ക് മാറ്റാൻ പറ്റും. അതുകൊണ്ട് സ്ഥലത്തിൻ്റെ വിഷയം വീണ്ടും പ്രാർത്ഥനയ്ക്ക് വെച്ചിരിക്കുന്നു. സ്ഥലം വാങ്ങിച്ചു തരാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക, അല്ലാത്തവർ ഏറ്റവും വലിയ സഹായമായ പ്രാർത്ഥിച്ച് സഹായിക്കുക. നേർച്ച വസ്തു ഉയർത്തിപ്പിടിക്കുക. ഇന്ന് തന്നെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യേണ്ടതാണ്. അവന് ഫേസ്ബുക്കാവും. വിശ്വാസ പ്രമാണം ചൊല്ലട്ടെ.
പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും പിതാവായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിലിറക്കപ്പെട്ടു മരിച്ചടക്കപ്പെട്ടു പാതാളങ്ങളിലേക്ക് ഇറങ്ങി സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിൽ പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്